മലനാട് ടിവിയുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ നമസ്കാരം. നമസ്കാരം. നമ്മൾ ശരിക്കും ഇപ്പോൾ ഒരു ആകാശവാണിയിൽ ഒരു ന്യൂസ് കേട്ടിരുന്നു. വർഷങ്ങൾക്ക് മുമ്പ്, അതായത് ഒരു ഒക്ടോബർ 31 നമ്മുടെ ബഹുമാന്യായ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി കൊല്ലപ്പെട്ട സമയത്ത് ആകാശവാണിയിൽ വന്നൊരു ന്യൂസാണ് നമ്മൾ കേട്ടത്. അപ്പോൾ ആദ്യം തന്നെ ആ ഒരു വ്യക്തിത്വത്തിന്റെ പ്രഭാവത്തിന് മുമ്പിൽ പ്രണാമം അർപ്പിക്കുന്നു. മലനാട് ടി വി ഇന്ന് വ്യത്യസ്തമായ ശൈലിയിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ തുടങ്ങുകയാണ്. നാട്ടുരാജ്യ വാർത്തകൾ. അല്ല, നിങ്ങൾ ഇന്നലെ നാട്ടുരാജ്യ വാർത്തകളൊക്കെ പറഞ്ഞ് ചെയ്യുന്നുണ്ട്, അതൊന്നും വേണ്ടേ? ഇതിപ്പോ ഒരു ഇല്ലേ കിരണ ഒരു ഒരു ചടുലതയില്ലാതെ ചെറുതായി അങ്ങനെയല്ല, വാർത്തക്ക് വാർത്ത ഇപ്പോഴത്തെ പറയുള്ളൂ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഒരു അലറി വിളിച്ച് എന്തെങ്കിലും ചെയ്യണ്ടേ? അല്ല, അത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യം കേട്ട ഇന്ദിരാഗാന്ധിജിയുടെ ഒരു വിയോഗത്തിന്റെ വാർത്ത നമ്മൾ ആകാശവാണിയുടെ 41 വർഷം മുമ്പ് നടന്ന ഒരു സംഭവം കേട്ടതല്ലേ? അപ്പൊ നിങ്ങൾ ആ ട്രാക്കാണ് പിടിക്കുന്നത്? അല്ല, അത് കഴിഞ്ഞിട്ട് ദൂരദർശനിലെ വാർത്ത വായന നമ്മൾ കേട്ടു. പിന്നീട് ഏഷ്യാനെറ്റ് പോലെയുള്ള ചാനലുകൾ വന്ന് അതിലെ വാർത്തകൾ കേട്ടു. പിന്നീട് നമ്മുടെ റിപ്പോർട്ടർ, അതുപോലെ തന്നെ മറ്റുള്ള ഇന്ത്യ വിഷൻ പോലെയുള്ള വാർത്തകളുടെ ശൈലികൾ മാറിയത് നമ്മൾ കേട്ടു. അതിനുശേഷം വീണ്ടും SKN വന്നിട്ട് അതിന്റെ ശൈലി വീണ്ടും മാറ്റി കേട്ടു. പക്ഷെ നമ്മൾ ഇന്ന് മലനാട് ടി വി പുതിയൊരു ശൈലിയിലേക്ക് കിടക്കുകയാണ്. തീർച്ചയായിട്ടും ഇപ്പം നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർക്ക് മലനാട് ടിവിയുടെ നാട്ടുരാജ്യ വാർത്തകൾ എന്ന് പറയുമ്പോൾ നാട്ടുരാജ്യം ഒരു വാർത്ത എന്നൊക്കെ പറയുമ്പോൾ അതിനകത്ത് എന്തൊക്കെയോ സംശയങ്ങളുണ്ടാകും. തീർച്ചയായിട്ടും. അപ്പൊ ആ സംശയങ്ങളുടെ ഒരു ദൂരീകരണം കൂടിയാണ് നമ്മുടെ ഫസ്റ്റ് എപ്പിസോഡ് അല്ലേ? നമ്മുടെ റിപ്പോർട്ടർമാരെന്ന് പറയുന്നത്, അതായത് കേരളത്തിലെ 1034 പഞ്ചായത്തുകളിലെ ഉള്ള ഓരോ സാധാരണക്കാര്, ജേർണലിസം പഠിച്ച ആൾക്കാരൊന്നും അല്ല. ഒരു പക്ഷേ ചെയർമാൻ ഉണ്ടാവാം, ചെരുപ്പൂത്തി ഉണ്ടാവാം, പച്ചക്കറി കടക്കാരുണ്ട്, മീൻ കടക്കാരൻ, അങ്ങനെ ഏത് സാധാരണക്കാരനും ഒരാഗ്രഹം ഉണ്ടാവും. ആരോഗ്യവകുപ്പിൽ നിന്ന് വിരമിച്ചിട്ടുള്ള ആളുകളടക്കം AK ഹരിദാസ് സാർ പാലക്കാട് നിന്ന്. പക്ഷെ തമ്മനത്തെ ഓട്ടോറിക്ഷ ഡ്രൈവറായിട്ടുള്ള പീറ്റർ തന്നിട്ടുള്ള വാർത്തകൾ അതിഗംഭീരമാണ്. അതുപോലെ തന്നെ നമ്മുടെ പാലക്കാട് നിന്ന് ഉല്ലാസ്, പിന്നെ മുതലമറയിൽ നിന്ന് ഫൈസല്, അങ്ങനെ പല ആൾക്കാർ, വിവിധ തരത്തിലുള്ള ആൾക്കാർ നമുക്ക് തന്നുകൊണ്ടിരിക്കുന്ന വാർത്തകൾ. അതുപോലെ തന്നെ കൊല്ലം ജില്ലയിൽ അങ്ങ് റിമോട്ട് ഏരിയ ആയിട്ടുള്ള തെന്മല, ഉറുകുന്ന ഭാഗത്ത് നിന്ന് നമ്മളോടൊപ്പം ഉള്ള സുഹൃത്തുക്കളുണ്ട്. അപ്പം ഇവരെല്ലാവരും അവരുടെ എല്ലാം വാർത്തകൾ. ബൈജു മലയാറ്റൂർ എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. മലയാറ്റൂർ പ്രദേശത്ത് നിന്ന് ബൈജു മലയാറ്റൂർ. അതുപോലെ തന്നെ നമുക്ക് കേരളത്തിലെ 300ഓളം സ്ഥലങ്ങളിൽ MNCJ മലനാട് ടി വി സിറ്റിസൺ ജേർണലിസ്റ്റുകൾ, സാധാരണക്കാരുടെ പ്രതിനിധികൾ, ഈ സോഷ്യൽ മീഡിയ വന്നതിന് ശേഷം എല്ലാവരും റിപ്പോർട്ടർമാരായി. പക്ഷേ ഇപ്പൊ നമ്മൾ മലനാട് ടി വി അവരെ ഒന്ന് കോർത്തിണക്കിക്കൊണ്ട് ഒരു പുതിയ വാർത്താ സംസ്കാരത്തിന് രൂപം കൊടുക്കാൻ പോവുകയാണ്. അതാണ് ഞങ്ങൾ ഇന്ന് നാട്ടുരാജ്യ വാർത്തകളിലൂടെ അവതരിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും. കഴിഞ്ഞ ദിവസം നമ്മുടെ ഉറുകുന്ന്, ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, തെന്മല ഉറുകുന്ന ഭാഗത്ത് നിന്നും സന്തോഷ് ഉറുകുന്ന് എന്ന് പറഞ്ഞ നമ്മുടെ പ്രതിനിധിയുണ്ട്. അദ്ദേഹം അവിടുത്തെ ഒരു ചെറിയ പൊളിറ്റീഷ്യൻ കൂടിയാണ്, സാമൂഹ്യമായിട്ട് ഇടപെടുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ വക്താവ് എന്നുള്ള നിലയിലും. അതുപോലെ തന്നെ മാധ്യമ പ്രവർത്തനമാണ്, പ്രാദേശിക മാധ്യമ പ്രവർത്തനമാണ്, വിവിധ മാധ്യമങ്ങളിൽ പങ്കെടുത്ത് പ്രവർത്തിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെയൊക്കെ ഒരു താല്പര്യം നാട്ടുരാജ്യ വാർത്തകളിൽ വർഷങ്ങളായിട്ട് ഓൺലൈനിലൂടെ മാത്രം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന നാട്ടുരാജ്യ വാർത്തകൾ ഇന്ന് ടെലിവിഷൻ വാതായനം തുറക്കുകയാണ് അല്ലെ? ഇന്നത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നവംബർ 1 2-3 കാര്യങ്ങളുണ്ട്. മലനാട് ടി വി തുടങ്ങിയിട്ട് 15 വർഷം പൂർത്തിയാകുന്ന ഒരു ദിവസമാണ് ഇന്ന്. കേരളപ്പിറവി നമ്മൾ എടുത്തു പറയേണ്ടതാണ്. പക്ഷെ നമുക്ക് വേറെ ദുഃഖം തരുന്ന ഒന്നാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വിയോഗ വാർത്ത. അതായത് 40 വർഷങ്ങൾക്ക് മുമ്പ്, പ്രത്യേകിച്ച് എടുത്തു പറഞ്ഞാൽ 41 വർഷങ്ങൾക്ക് മുമ്പാണ് രാജ്യം ഭരിച്ച ഏറ്റവും മികച്ച ശക്തയായ ഒരു വനിതാ മുഖ്യമന്ത്രി, വനിതാ പ്രധാനമന്ത്രി. കാരണം ഞാൻ വനിതാ മുഖ്യമന്ത്രി എന്ന് എടുത്തു പറയാൻ കാരണം കഴിഞ്ഞ ദിവസം ഇതേ പ്ലാറ്റ്ഫോമിൽ അഡ്വക്കേറ്റ് ജോൺ ജോസഫ് സാറ് ഈ ഞാനിരിക്കുന്ന സീറ്റിൽ ഇരുന്ന് എന്നോട് പറഞ്ഞതാണ് കേരളത്തിലൊരു വനിതാ മുഖ്യമന്ത്രി വേണം എന്ന് പറഞ്ഞാണ്. അപ്പം വനിതാ പ്രധാനമന്ത്രി എന്ന് പറയുമ്പോഴത്തേക്ക് ശക്തിയായിട്ടുള്ള, അതുപോലൊരു ശക്തിയായ പ്രധാനമന്ത്രിയെ നമ്മൾ വനിതകൾക്കിടയിൽ വേറെ പ്രധാനമന്ത്രി തരുന്നില്ല അല്ലേ? അപ്പം ഇപ്പോൾ നമുക്ക് മോദിജിയെ ശക്തനെന്നൊക്കെ വിളിക്കാമെങ്കിലും ഒരു വനിതാ മുഖ്യമന്ത്രിമാരെയും പ്രധാനമന്ത്രിമാരെയും കാണാൻ നമുക്ക് കൊതിക്കുമ്പം നമ്മളെ നയിച്ചുകൊണ്ടിരുന്ന ബഹുമാനപ്പെട്ട ഇന്ദിരാഗാന്ധിയുടെ വിയോഗ വാർത്ത ആകാശവാണി എങ്ങനെയാണ് അതിനെ സമീപിച്ചതെന്നും അന്ന് പ്രക്ഷേപണം ചെയ്തുകൊണ്ടിരുന്ന ആകാശവാണിയുടെ ഗോപൻ എന്ന് പറഞ്ഞ വാർത്താ അവതാരകൻ എങ്ങനെയാണ് മലയാളികളുടെ മനസ്സിലേക്ക് ആ ദുഃഖവാർത്ത അറിയിച്ചതെന്നും കേട്ടുകൊണ്ട് നമുക്ക് ഇന്നത്തെ വാർത്ത ആരംഭിക്കാം. പ്രധാനമന്ത്രി ശ്രീമതി ഇന്ദിരാഗാന്ധി നിര്യാതയായ വിവരം ഞങ്ങൾ വ്യസനസമേതം അറിയിക്കുന്നു. നമ്പർ 1 സഫ്ദർജംഗ് റോഡിലെ തന്റെ ഔദ്യോഗിക വസതിയിൽ സ്വന്തം അംഗരക്ഷകരിൽ ഒരാളുടെ വെടിയേൽക്കുകയായിരുന്നു. ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും മണിക്കൂറുകളോളം ശ്രമിച്ചിട്ടും ജീവൻ രക്ഷിക്കാനായില്ല. അങ്ങനെ ഇന്ദിരാ പ്രിയദർശിനി കഥാവിശേഷയായി.
ലോകരാജ്യങ്ങളുടെ ശരിക്കും MNTV-യുടെ ഒരിക്കൽ കൂടി ആ ഒരു ഓർമ്മകൾക്ക് മുമ്പിൽ പ്രണാമം അർപ്പിച്ചുകൊണ്ട് അല്ലേ? തീർച്ചയായിട്ടും വാർത്താ അവതാരകൻ എങ്ങനെയാണോ അത് പ്രസന്റ് ചെയ്യുന്നത്, ആ ജനതയുടെ സങ്കടവും സന്തോഷവും വന്നൊരു കാലഘട്ടം ഉണ്ടായിരുന്നു. ഒരു നല്ല വാർത്താ സംപ്രേഷണം അല്ലെങ്കിൽ പ്രക്ഷേപണം, വാർത്താ പ്രക്ഷേപണം മാത്രം ഉണ്ടായിരുന്ന ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു. 80-കൾക്ക് മുമ്പ് ആകാശവാണിയാണ് കേരളത്തിന്റെ മാത്രമല്ല അന്നത്തെ 100 കോടി എന്ന് വേണമെങ്കിൽ പറയാം, 100 കോടി ജനതയുടെയും ഹൃദയം പിന്നെ പിടിച്ചടക്കിയ ഒരു വലിയ മാധ്യമം. 80-കളിൽ പിന്നീട് ദൃശ്യമാധ്യമമായിട്ട് ദൂരദർശൻ എന്ന് പറയുന്ന സംവിധാനം വന്നു. ടെറസ്ട്രിയൽ ട്രാൻസ്മിഷനിൽ വളരെ അപരിചിതമായിട്ടുള്ള ദൂരദർശൻ ദൃശ്യങ്ങൾ ജനങ്ങളെ സ്വാധീനിച്ചു. വ്യക്തമല്ലാത്ത ദൃശ്യങ്ങൾ പോലും ഗ്രാമീണരെ വളരെയധികം സന്തോഷചിത്തരാക്കി. പിന്നീട് ഏഷ്യാനെറ്റ് കടന്നു വരുന്നു. ആദ്യത്തെ പ്രാദേശിക കേബിൾ നെറ്റ്വർക്കിലൂടെയും അതുപോലെ സാറ്റലൈറ്റ് ചാനലായിട്ടും ഉപഗ്രഹ ചാനലായിട്ടും വരുന്നു. വിദേശ രാജ്യങ്ങളിലിരുന്ന് ഇന്ത്യയുടെ ഗേറ്റ്വേ തുറന്നു കൊടുക്കാത്തത് കൊണ്ട് വിദേശ രാജ്യങ്ങളിലിരുന്ന് വാർത്ത വായിക്കേണ്ട ഒരു ദൗർഭാഗ്യം അന്നത്തെ മലയാളം വാർത്താ അവതാരകർക്ക് ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതിനുശേഷം എനിക്ക് തോന്നുന്നു നമ്മുടെ BJP മന്ത്രിസഭ വന്നതിന് ശേഷമാണ് സ്വകാര്യ ചാനലുകൾക്ക് ഇന്ത്യൻ ഗേറ്റ്വേ തുറന്നു കൊടുത്തത് കൂടുതലായിട്ടും. പക്ഷേ അത് ഒരു ദീർഘദൃഷ്ടിയോട് കൂടിയുള്ള ഒരു ഇടപെടലായിരുന്നുവെങ്കിലും പിന്നീട് ചിന്തിക്കുമ്പോൾ രാജ്യം അന്ന് വരെ കടന്നുപോയ ആ യൂണിറ്റി ആൻഡ് ഡൈവേഴ്സിറ്റി അല്ലെങ്കിൽ രാജ്യത്തിന്റെ വളരെ വേഗത്തിൽ ഗമിച്ചുകൊണ്ടിരുന്ന ഒരു വികസിത രാജ്യം എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് വികസിത രാജ്യമാകാൻ വളരെ സ്പീഡിൽ പോയിക്കൊണ്ടിരുന്ന ഇന്ത്യയുടെ സ്പീഡ് പിടിച്ചു കൊടുക്കുകയും ഒരുപക്ഷെ ക്രയോജനിക് സാങ്കേതിക വിദ്യയിൽ തന്നെ 10 വർഷത്തെ പിന്നിലേക്ക് നമ്പീനാരായണൻ പ്രതിസന്ധികളൊക്കെ ഉണ്ടാക്കിയ മാധ്യമ ഇടപെടലുകൾ നടക്കുകയും എന്ത് കാര്യങ്ങളും തോന്നിയാസം പോലെ പറയാമെന്നുള്ളതും രാജ്യത്തിനെ അപകീർത്തിപ്പെടുത്തുന്ന തരത്തിൽ മാധ്യമങ്ങൾ വാർത്തകൾ ചമയ്ക്കുമ്പോൾ ആ മാധ്യമങ്ങളെ കുറച്ചു നാളത്തേക്കെങ്കിലും തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഇടപെടേണ്ടി വരുന്ന ഒരു സാഹചര്യത്തിലേക്കൊക്കെ കൂപ്പുകുത്തുന്ന മാധ്യമ സംസ്കാരത്തിൽ ആ സാഹചര്യത്തിലാണ് നമ്മളിപ്പോൾ പുതിയ ഒരു മാധ്യമ സംസ്കാരത്തിലേക്ക് കടന്നു വരുന്നത്. പൊതുജനങ്ങൾ മാധ്യമ പ്രവർത്തകരാകുന്ന നാട്ടുരാജ്യ വാർത്തകൾ, ജനാധിപത്യ വാർത്താ ബുള്ളറ്റിൻ മലനാട് TV ഇന്ന് ആരംഭിക്കുകയാണ്. അതിനകത്ത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, ഇപ്പോ ജനങ്ങൾ റിപ്പോർട്ടർമാരാകുന്നു എന്ന് അദ്ദേഹം പറയുകയുണ്ടായി. അതേപോലെ തന്നെ ഇപ്പൊ ഞങ്ങൾ രണ്ടും ഇരിക്കുന്നതിന് പകരം നിങ്ങൾക്കും ഇവിടെ വന്നിട്ട് ഈ വാർത്തകളൊക്കെ അവതരിപ്പിക്കാം. രണ്ടാമത് പ്രധാനമായിട്ടും എടുത്തു പറയേണ്ട കാര്യം, നമുക്ക് രാഷ്ട്രീയമില്ല. ഒരു മതത്തിനെ സപ്പോർട്ട് ചെയ്തോ ഒരു മതത്തിനെ മോശമായിട്ട് ചിത്രീകരിക്കുന്ന പരിപാടികൾ നമുക്കില്ല. ആരെയും അവരുടെ പേരെടുത്ത് പറഞ്ഞിട്ട് വിമർശിച്ചിട്ട് നശിപ്പിക്കുന്ന ഒരു കാര്യം, അങ്ങനെ ഒരു കാര്യങ്ങളെ നമുക്ക് ഉദ്ദേശിക്കുന്നില്ല. നാട്ടുരാജ്യ വാർത്തകൾക്കുള്ളിൽ ന്യൂട്രലായിട്ട് എല്ലാവരെയും സപ്പോർട്ട് ചെയ്തുകൊണ്ട് നാട്ടിലുള്ള നമ്മൾ അറിയേണ്ട, നമുക്ക് അറിയിപ്പിക്കേണ്ട കാര്യങ്ങൾ പറയുന്ന ഒരു വാർത്താ പ്രക്ഷേപണം അല്ലെങ്കിൽ ഒരു വാർത്താ ബുള്ളറ്റിൻ, അതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. അപ്പോ നമുക്ക് ഐശ്വര്യമായിട്ട് നോക്കാം. തീർച്ചയായിട്ടും അതിനകത്ത് ഒരു ചെറിയ തിരുത്ത് ഉണ്ട്. ഞാൻ പറഞ്ഞിട്ട് രാഷ്ട്രീയമില്ലാന്നല്ല, നമുക്ക് രാഷ്ട്രീയമുണ്ട്. അത് രാഷ്ട്രത്തെ സംബന്ധിച്ചതാണ്. പക്ഷേ ഒരു കക്ഷി രാഷ്ട്രീയം, അതായത് ഇന്ന പാർട്ടി സൂപ്പർ അടിപൊളിയാണ്, അവർക്ക് വേണ്ടി നിങ്ങൾ ഇന്നത് വ്യക്തമായ ഇന്ത്യൻ രാഷ്ട്രീയം, കക്ഷി രാഷ്ട്രീയമല്ല. നമുക്ക് കക്ഷികളോടൊപ്പം ചേർന്നുള്ള ആ ഒരു രാഷ്ട്രീയ ഗ്വാഗാവിളികൾക്ക് പിന്നെ അവധി കൊടുക്കാം. പകരം ഇന്ത്യൻ രാഷ്ട്രീയം എന്ന് പറയുന്നത് രാഷ്ട്രത്തെ സംബന്ധിച്ചതാണെങ്കിൽ, രാഷ്ട്ര പുരോഗതിയെ സംബന്ധിച്ചാണെങ്കിൽ, രാഷ്ട്ര പുനർനിർമ്മാണത്തെ സംബന്ധിച്ചതാണെങ്കിൽ തീർച്ചയായും രാഷ്ട്രീയം നമുക്കുണ്ട്. സോ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് MNTV CJ-മാർ, ബിഗ് സല്യൂട്ട്. നിങ്ങളുടെ ജീവിതത്തിലെ ഏറിയ പങ്കും മറ്റുള്ളവർക്ക് വേണ്ടി മാറ്റിവെക്കുന്നത് കണ്ടിട്ടാണ് ഞങ്ങൾ നിങ്ങളെ മാധ്യമ വൃദ്ധിയിലേക്ക് നിങ്ങൾ ക്ഷണിക്കുന്നത് അല്ലെ? ഈ ഇപ്പൊ സോഷ്യൽ മീഡിയ യുഗത്തിൽ എല്ലാവരും റിപ്പോർട്ടർമാരാണ്. പക്ഷെ അത് അവരുടെ ബോർഡുകളിൽ മാത്രം ഒതുങ്ങിപ്പോകും. പക്ഷേ അത് ഒരു മുഖ്യധാരാ മാധ്യമത്തിലൂടെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ നിങ്ങൾക്ക് സാധിക്കും ഈ MNTV നമ്മുടെ ഈ വാർത്താ പരമ്പരയിലൂടെ. അത് തീർച്ചയായിട്ടും അതുകൊണ്ട് തന്നെ ഇത് നിങ്ങൾക്കും ആഗ്രഹമുണ്ടെങ്കിൽ ഈ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾക്കും ഒരു MNCJ ആകാം, അതായത് മലനാട് TV സിറ്റിസൺ ജേർണലിസ്റ്റ്. അപ്പോൾ നിങ്ങൾക്ക് വാർത്തകൾ എഴുതി അയക്കാം, അത് ഞങ്ങൾ അവതരിപ്പിക്കും. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഷൂട്ട് ചെയ്തിട്ട് അയക്കാം. അപ്പോൾ ആ സമയത്ത് നിങ്ങളുടെ ഫോട്ടോ ഉൾപ്പെടെ കാണിച്ചിട്ട് നിങ്ങളുടെ പേര് ഉൾപ്പെടെ പറഞ്ഞുകൊണ്ട് നമ്മളത് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്നതായിരിക്കും. അപ്പൊ അതുകൊണ്ട് തീർച്ചയായിട്ടും എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഒരു MNCJ ആവണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞങ്ങളെപ്പോലെ ഇവിടെ നിന്ന് വാർത്ത അവതരിപ്പിക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് തുടങ്ങാം അല്ലേ? തീർച്ചയായിട്ടും. നമുക്ക് ആദ്യത്തെ വാർത്ത അങ്ങ് തെക്ക് നിന്ന് ആരംഭിച്ചാലോ? കാരണം തൊട്ടു മുമ്പുള്ള പ്രോഗ്രാമിൽ പാടുന്ന കേട്ടു തെക്ക് തെക്കൊരു ദേശം അല്ലെ? കേരള തനിമയുള്ള ഗാനങ്ങളാണ് ഇപ്പോൾ പൊയ്ക്കൊണ്ടിരുന്നത്. അവിടെ നമ്മളുടെ തെക്ക് നിന്ന് തന്നെ ഒരു പ്രധാന വാർത്ത കടന്നു വന്നിട്ടുണ്ട്. പ്രത്യേകിച്ചും മലനാട് TV ജീവകാരുണ്യ വാർത്താ ചാനലാണ്. അപ്പൊ നമ്മളുടെ ഈ പറയുന്ന നമ്മുടെ വാർത്താ ബുള്ളറ്റിൻ പേര് സൂചിപ്പിക്കുന്ന പോലെ തന്നെ നാട്ടുരാജ്യ വാർത്തകളുടെ ആദ്യ ശബ്ദം ഒരു സഹജീവിയെ ജീവിതത്തിലേക്ക് തിരികെ പിടിക്കുന്നതിന് വേണ്ടിയാകട്ടെ.
നമ്മുടെ ഏത് MNCJ ആണ് ആ വാർത്ത റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്? തീർച്ചയായിട്ടും വർക്കല MNCJ ജയബാലൻ നീലിമയാണ് ഇപ്പം നമ്മൾക്ക് വേണ്ടി ഈ വാർത്ത നൽകിയിരിക്കുന്നത്. ജയബാലൻ നീലിമ എന്ന് പറയുന്നത് ഒരു സ്റ്റുഡിയോ ഓണറും സാമൂഹികമായിട്ട് ഒരുപാട് ഇടപെടുന്ന ഒരു വ്യക്തി കൂടിയാണ്. മലനാട് ടിവിയുടെ വർഷങ്ങളായിട്ടുള്ള ഒരു സഹയാത്രികനാണ്. അദ്ദേഹത്തിന്റെ അഡ്രസ് ഇതാണ്: ജയബാലൻ, വിളയിൽ വീട്, കൂന്തല്ലൂർ ചിറയൻകീഴ്, തിരുവനന്തപുരമാണ്. ജയബാലൻ, കൂന്തല്ലൂർ ചിറയൻകീഴ്. ഒരു ബിഗ് സല്യൂട്ട് ഉണ്ട്. കാരണം സജീവമായിട്ട് ജീവിക്കുന്നതിനിടയിൽ, കാരണം സ്റ്റുഡിയോ ഉണ്ട്, മറ്റു ഇതര രാഷ്ട്രീയ പ്രവർത്തനവും സാമൂഹിക പ്രവർത്തനവും ഒക്കെ ഉള്ളതിനിടയിലാണ് ജയബാലൻ ഇന്ന് അദ്ദേഹത്തിന്റെ നാട്ടിൽ തന്നെ ഉള്ള ഒരു സഹജീവിയുടെ, അതായത് കടക്കാവൂർ എന്ന് പറഞ്ഞ സ്ഥലത്തു നിന്നാണ് ഈ വാർത്ത വരുന്നത്. കടക്കാവൂർ, അതെ, കടക്കാവൂരാണ്, കടക്കലല്ല, കടക്കാവൂർ. ചിറയൻകീഴിനടുത്തുള്ള കടക്കാവൂർ എന്ന സ്ഥലത്ത് ചെക്കാല വിളാകം കൊച്ചു പടിപ്പര വീട്ടിൽ സനോജിന്റെ വാർത്തയാണ് ജയബാലൻ നമുക്ക് വേണ്ടി ചിത്രീകരിച്ച് നമസ്കാരം. ഇന്ന് ഞങ്ങൾ നിൽക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ കടക്കാവൂർ ഗ്രാമപഞ്ചായത്തിലെ ചെക്കാല വിളാകത്ത് സനോജിന്റെ വീട്ടിലാണ്. കൈകാലുകൾക്ക് സ്വാധീനമില്ലാതെ ജനിച്ച സനോജിന് ആശകളെക്കാൾ നിരാശയാണ് കൂടുതൽ. സനോജിന്റെ ആശകളും നിരാശകളും പങ്കുവയ്ക്കുകയാണ് MNTV. എൻ്റെ അപ്പച്ചിയുടെ മോനാണ്. ആള് ജന്മന അംഗവൈകല്യമുള്ള വ്യക്തിയാണ്. ആൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോകണമെങ്കിൽ തന്നെ ഒരാളെ സഹായം ഇല്ലാതെ പോകാൻ പറ്റില്ല. അമ്മയായാലും വയ്യാത്ത ആളാണ്. എന്നിട്ട് ആള് തൊഴിലുറപ്പിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നുണ്ട്. ആ ഒരു വരുമാനത്തിലാണ് ഈ കുടുംബം കഴിഞ്ഞു പോകുന്നത്. അച്ഛനും ഇതുപോലെ വയ്യാതെ കിടന്ന് 6 വർഷം വയ്യാതെ കിടന്നിട്ടാണ് 1.5 വർഷം മുമ്പാണ് മരണപ്പെട്ടത്. ആൾക്കും ആരും സാമ്പത്തികമായിട്ടൊന്നും സഹായിച്ചിട്ടില്ല, ചികിത്സയ്ക്ക് വേണ്ടിയോ സഹായിച്ചിട്ടില്ല. അപ്പോൾ ഞാനും കൂടെ ആയിരുന്നു ഹോസ്പിറ്റലിൽ കാര്യങ്ങളിലൊക്കെ നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ മൂത്ത മോൻ്റെ വരുമാനത്തിലായിരുന്നു അന്ന് ചികിത്സ മൊത്തം ചെയ്തിട്ടുണ്ടായിരുന്നു. ആൾക്കും ഇപ്പോൾ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ ചേട്ടനും ഉണ്ട്. അപ്പോൾ രണ്ടുപേരും നല്ല രീതിയിൽ ബുദ്ധിമുട്ടിയാണ് അച്ഛനെ ചികിത്സിച്ച് തന്നിട്ട് ആളെ രക്ഷിക്കാൻ പറ്റിയില്ല, മരണപ്പെട്ടു പോയി. ഇപ്പം ആൾക്ക് എന്തെങ്കിലുമൊക്കെ തൊഴിൽ ചെയ്ത് അമ്മേനെ നോക്കണമെന്നുണ്ട്. കാരണം ആളും ഇവിടെ വെറുതെ കിടക്കുവാണ്. നടക്കാനൊന്നും കഴിയാത്തതുകൊണ്ട് എങ്ങോട്ട് പോകാനും പറ്റൂല. അപ്പൊ ആരും സഹായിക്കാനും ഇല്ല. അപ്പൊ ആരെങ്കിലും സഹായിക്കാനുള്ള തന്മനസ് കാണിക്കണം. ആൾക്കൊരു വരുമാനം കണ്ടെത്താനാണ്. നിസ്സഹായനായ സനോജിനെ പ്രേക്ഷകർ സഹായിക്കുമെന്ന് കരുതട്ടെ. MNTVക്ക് വേണ്ടി കടക്കാവൂരിൽ നിന്ന് MNTV റിപ്പോർട്ടർ ജയബാലൻ നീലിമ. ഭാരതത്തിലെ ആദ്യത്തെ ജീവകാരുണ്യ ചാനൽ അല്ലെങ്കിൽ NGO മാധ്യമം എന്ന് വെറുതെ പറയുന്നതല്ല. നമ്മൾ ഇന്ന് ആദ്യമായിട്ട് ഈ ഒരു വാർത്താ പ്രക്ഷേപണം നാട്ടുരാജ്യ വാർത്തകൾ ആരംഭിച്ചപ്പോൾ ആദ്യത്തെ വാർത്ത തന്നെ കണ്ടില്ലേ? ഇതേപോലെ സഹജീവികളുള്ള സ്നേഹം, കരുതൽ, പരിഗണന, അങ്ങനെ തന്നെയാണ് നമ്മൾ മുമ്പോട്ട് പോകാൻ ആഗ്രഹിക്കുന്നത്. എന്ന് വെച്ച് ഇത് മാത്രമല്ല, ഇനിയും പുറകെ വരുന്ന വാർത്തകൾക്ക് വ്യത്യസ്ത സ്വഭാവങ്ങളായിരിക്കാം. അപ്പോൾ ഈ ഒരു വാർത്തയെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ എന്താണ് ഒരു കമന്റായിട്ട് പറയാനുള്ളത്? തീർച്ചയായിട്ടും നമ്മൾ നേരത്തെ സനോജിന്റെ വീഡിയോസ് കണ്ടപ്പം വളരെ അതിദാരുണമായ ഒരു വീഡിയോ ആണ്. കാരണം കൈകൾക്കും കാലിനുമൊക്കെ ചലനശേഷി അല്ലെങ്കിൽ വൈകല്യം സംഭവിച്ചിരിക്കുന്നു. ഒരുപക്ഷെ 100-ൽ 110% വൈകല്യം സംഭവിച്ച സനോജ. ആ സനോജിനെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സഹോദരി കിടന്ന് പാടുപെടുന്നത് നമ്മൾ കാണുന്നുണ്ട്. പിതാവ് ഉണ്ട്. പിതാവിന്റെ മരണത്തിന് ശേഷം ആ വീട് മൊത്തത്തിൽ നിരാലംബരാകുകയാണ് ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു വരുമാനം ഉണ്ടെങ്കിൽ അത് പിതാവിലൂടെ ആയിരുന്നു. ഇപ്പം ആ സഹോദരി ഈ അമ്മയെയും ഈ സനോജ് എന്ന് പറഞ്ഞ പിന്നെ സഹോദരനെയും നോക്കി ചോർന്നൊലിക്കുന്ന ഈ കെട്ടിടത്തിൽ കഴിയുന്നതിന്റെ ആ ഭീകരത എന്തുകൊണ്ടാണ്? കടക്കാവൂർ അല്ലെങ്കിൽ പഞ്ചായത്ത് ഏതാണെന്ന് എനിക്ക് കടക്കാവൂർ പഞ്ചായത്തായിരിക്കും. അവിടുത്തെ പഞ്ചായത്ത് പ്രതിനിധികളോട് എനിക്ക് ഒരു അപേക്ഷയുണ്ട്. ഇത്രയേറെ സംവിധാനങ്ങൾ ഉണ്ടായിട്ടും ഇത്രയേറെ ഭവന പദ്ധതികൾ ഉണ്ടായിട്ടും ഒരു കെട്ടുറപ്പുള്ള ഭവനം സനോജിന് നൽകാൻ നിങ്ങൾ എന്തുകൊണ്ടാണ് വൈകുന്നത്? തീർച്ചയായിട്ടും ഇത് അവരോടുള്ളൊരു ഓപ്പൺ ചലഞ്ച് ആണ് എന്ന് ഞാൻ പറയും. അതെ അതെ, ഇത് കണ്ടിട്ടെങ്കിലും നിങ്ങളും ചെയ്തു. ഇപ്പൊ നമ്മളോടൊപ്പം ജയബാലൻ നീലിമ വരുന്നുണ്ട്. മിസ്റ്റർ ജയബാലൻ കേൾക്കുന്നുണ്ടോ? ജയബാലൻ, നമ്മുടെ സനോജിന്റെ ആ വാർത്ത ഇപ്പൊ നമ്മൾ കണ്ടു. ആ വാർത്തയില് അദ്ദേഹത്തിന്റെ കൈകൾക്കും കാലുകൾക്കും വൈകല്യങ്ങളുണ്ട് അല്ലേ? അദ്ദേഹത്തിന്റെ ഇപ്പോഴത്തെ അവസ്ഥ എങ്ങനെ? ഇപ്പൊ ഇത് ഏത് പഞ്ചായത്താണ്? കടക്കാവൂർ പഞ്ചായത്താണോ? അവിടുത്തെ വാർഡ് മെമ്പറിന്റെ നമ്പർ നമുക്ക് തരണം, പഞ്ചായത്ത് പ്രസിഡന്റിന്റെ നമ്പർ തരണം. ഇവരുടെ വീട് ഇത്രയേറെ മോശമായിട്ടുള്ള സാഹചര്യത്തിലാണ് നമ്മൾ കാണുന്നത്. ഒരു സെക്കൻഡ് കേൾക്കണം. കാരണം ഈ വീട്ടിൽ അവരുടെ വരുമാനത്തിന്റെ നെടുന്തൂണായ അച്ഛന്റെ വിയോഗം, അതിനുശേഷം ഈ മകള് മാത്രമാണ് എന്തെങ്കിലും വരുമാനം ഉണ്ടാക്കാൻ ത്രാണിയുള്ള ആള്.
ആ അമ്മയും സനോജനും ജോലി ചെയ്ത് ജീവിക്കാനുള്ള ത്രാണി ഇല്ലാത്തവരാണ്. അപ്പോൾ ഇത് കണ്ണിൽ കാണുന്നില്ല, ഇവരാരും കണ്ണിൽ കാണുന്നില്ല. ബദിര കർണങ്ങളാണ് ഇവർക്കുള്ളത്. ഇവരുടെ നിലവിൽ കേൾക്കുന്നില്ലേ? നമുക്ക് എത്രയും പെട്ടെന്ന് ഈ വീട് വെച്ച് കൊടുക്കണ്ടേ? ഇത് നമ്മള് ഇത് ഷൂട്ട് ചെയ്തപ്പോഴേ അവിടെ സീറ്റ് മോനെ ഭരിക്കുന്നത് അവര് ഈ പിള്ളേരെ വിളിച്ച് ഒരുപാട് ഭീഷണിപ്പെടുത്തുകയും വരട്ടെയൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞ് അവർക്ക് വീട് കൊടുത്തിട്ടുണ്ട്, നിങ്ങൾക്ക് അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എനിക്കതിനെ പറ്റി അറിയില്ല, അവർ താമസിക്കുന്ന വീടിന്റെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. അവർക്ക് നിങ്ങളുടെ വീട് കൊടുത്തത്. അപ്പൊ ഞാൻ അവരോട് ചോദിച്ചു പറഞ്ഞു, ചേട്ടാ അത് ഒരു ചതുപ്പിലാണ്, വെള്ളക്കെട്ടാണ്, അവിടെ നമുക്ക് പോകാനും വരാനൊന്നും പറ്റൂല, അങ്ങനത്തെ ഒരു സ്റ്റേജാണ് എന്നാണ് അവര് എന്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത്. അപ്പം ഞാൻ പഞ്ചായത്ത് മെമ്പറുടെ നമ്പറൊക്കെ വേണമെങ്കിൽ മേടിച്ചു തരാം. വേണമെങ്കിൽ നല്ല വേണം, തീർച്ചയായും 100% വേണം. CPM ഭരിച്ചോട്ടെ, കോൺഗ്രസ് ഭരിച്ചോട്ടെ, എന്റെ രാജ്യം ഭരിക്കുന്നത് ജനങ്ങളാണ്. മനസ്സിലായില്ലേ? ഈ ജനങ്ങള് ചതുപ്പിലാണ് ജീവിക്കുക. അവര് സനോജും കുടുംബവും താമസിക്കുന്ന ചതുപ്പിലല്ലേ നിങ്ങൾ പോയത്? അപ്പം അവിടുത്തെ ജനപ്രതിനിധികൾക്ക് ചെന്നെത്താത്തിടത്ത് മലനാട് ടിവിയുടെ അങ്ങ് വിദൂരയിൽ നിൽക്കുന്ന ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് എന്നുള്ള നിലയിൽ ജയപാലന് അവരോട് തോന്നിയ താല്പര്യം എന്തുകൊണ്ട് ജനപ്രതിനിധികൾക്ക് തോന്നുന്നില്ല എന്നുള്ളത് ശ്രദ്ധേയമാണ്. അതുപോലെ തന്നെ ഒരു പക്ഷേ പഞ്ചായത്ത് ആ വീട് അവർക്ക് കൊടുത്തിട്ടുണ്ട് എന്നുള്ളതൊന്ന് വ്യക്തമാക്കാമോ? വീട് കൊടുത്തിട്ടുള്ള ഞാൻ വേണമെങ്കിൽ ഒന്ന് അന്വേഷിക്കാം. അത് അവരോട് ഞാൻ ചോദിച്ചപ്പോൾ മാമ അത് വീട് നമ്മൾ തന്നെന്ന് പറയുന്നത് ചതുപ്പ് ഏരിയ, അവിടെ അത്രയും വെള്ളക്കെട്ടാണ്, അവിടെയാണ് അവിടെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എനിക്ക് പോകാനും വരാനൊന്നും പറ്റൂല, അതുകൊണ്ടാണ് ഞാൻ അവിടെ താമസിക്കുന്നത്. ഇത് നമ്മുടെ കുടുംബ വീടാണ്, ഇവിടെയാണ് ഞാൻ താമസിക്കുന്നത്. അപ്പൊ ഈ കുടുംബ വീടിന്റെ അവസ്ഥയാണ് ഇത് എന്നാണ് ആ പയ്യൻ പറഞ്ഞത്. ഓക്കെ, അവിടെ വെള്ളക്കെട്ട് പഞ്ചായത്ത് കൊടുത്ത സ്ഥലമാണോ? പഞ്ചായത്ത് കൊടുത്ത സ്ഥലം എന്നാണ് പറയുന്നത്. ഓക്കെ ഓക്കെ, അപ്പം എന്തായാലും അത് അവിടെ നിൽക്കട്ടെ. ഇപ്പൊ ഇവര് താമസിക്കുന്ന, അവർക്ക് ജീവിക്കാം. ഒരു വീട് കൊടുക്കുമ്പോൾ ഈ കാലും ഈ കൈയും ഒന്നും വയ്യാത്ത ഒരാളിന് വെള്ളക്കെട്ടിലൂടെ നീന്തി അവിടെ ചെന്ന് താമസിക്കാൻ പറ്റുമെന്ന് വരുന്നില്ല. സർക്കാർ ആ ഒരു മര്യാദ കാണിച്ചെങ്കിൽ സന്തോഷം, ഒരു വീട് കൊടുത്തു എന്നുള്ളത് സന്തോഷമാണ്. പക്ഷേ സർക്കാരോ അവിടുത്തെ ഇതര ഏജൻസികളോ മലനാട് ടിവി കണ്ടുകൊണ്ടിരിക്കുന്ന ഏതെങ്കിലും പ്രവാസി മലയാളികളുടെ സംഘടനകളോ ഇപ്പോൾ അവർക്ക് ജീവിക്കാൻ പറ്റുന്ന സാഹചര്യമുള്ള സ്ഥലത്ത് ഒരു വീട് വെച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ലക്ഷ്യം. തീർച്ചയായിട്ടും എന്തായാലും അതാണ് ചെയ്യേണ്ടത്. അതെ അതെ, ആ പയ്യന് ഒരു വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട് നമുക്ക് എന്തെങ്കിലും ചെയ്തു കൊടുക്കുകയും വേണം. അതാണ് ഏറ്റവും വലിയ കാര്യം. ആ പയ്യൻ പറയുന്നുണ്ട്, അദ്ദേഹത്തിന്റെ അമ്മയെ നോക്കാൻ എനിക്ക് പറ്റുന്നില്ല, വരുമാനമില്ല, എനിക്ക് ജോലി ചെയ്യാൻ പറ്റും, ലോട്ടറി കട്ട് വയ്ക്കാനാണ് അയാൾ ആഗ്രഹിക്കുന്നത്. അപ്പൊ അതിനോട് സഹായം, ചെറിയ സഹായം കൂടി ചോദിക്കണം. അപ്പം എന്തെങ്കിലും നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റിയാൽ മലനാട് ടിവിയുടെ തീർച്ചയായിട്ടും ഒരു ലോട്ടറി കച്ചവടം ചെയ്ത് ഉപജീവന മാർഗം നിർത്താൻ അയാൾ താല്പര്യപ്പെടുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ച് നമുക്ക് ആലോചിക്കാം. ജയപാലൻ, എന്തായാലും താങ്കൾ എടുത്ത ആദ്യത്തെ വാർത്ത ഒരു ബിഗ് സല്യൂട്ടോട് കൂടി മാത്രമേ നമുക്ക് സംപ്രേഷണം ചെയ്യാൻ പറ്റുന്നുള്ളൂ. അത്രയും ഒരു ബഹുമാനം ഉണ്ടാകിയാണ്. മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന രീതിയിൽ ആദ്യം തന്നെ ഇങ്ങനെ ഒരു ജീവകാരുണ്യ പ്രവർത്തന വാർത്ത നമുക്ക് നൽകിയതിൽ ഒരുപാട് സന്തോഷം. ഇനി വരുന്ന നമ്മുടെ നാട്ടുരാജ്യ വാർത്തകൾ, ഇതിന്റെ അപ്ഡേറ്റ്സ് തീർച്ചയായിട്ടും പ്രേക്ഷകരെ ഞങ്ങൾ ഉൾപ്പെടുത്തുന്നതായിരിക്കും, നിങ്ങളിലേക്ക് തന്നെ എത്തിക്കുന്നതായിരിക്കും. ഒരുപാട് സന്തോഷം. വീണ്ടും ഇതുപോലെയുള്ള കാര്യങ്ങൾ നമ്മുടെ ഈ നാട്ടുരാജ്യ വാർത്തകളിലൂടെ ജനങ്ങളിലേക്ക് എത്തിക്കാൻ താങ്കൾ ഉണ്ടാവും എന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു. ഞാൻ ഇപ്പൊ അടുത്ത അയച്ചു തരാം. അടുത്ത ചിറയങ്ങൽ പഞ്ചായത്തിലെ കടകം വാർഡിലുള്ള ഒരു കോളനി പ്രദേശമാണ്. അവിടുത്തെ ഈ പുഴുവരിച്ച അന്തരീക്ഷവും വെള്ളക്കെട്ടും വളരെ വൃത്തിഹീനമായ അന്തരീക്ഷത്തിലാണ് അവരെല്ലാം ജീവിക്കുന്നത്. ഇവിടെ അവർ ഈ പഞ്ചായത്തിലുള്ള ഒരു വാർഡ് മെമ്പറോ അല്ലെങ്കിൽ ആരും അല്ലെങ്കിൽ പഞ്ചായത്ത് അംഗങ്ങളോ ചെയ്യുകയും അപ്പൊ നമുക്ക് അവിടെ അവർക്ക് എന്തെങ്കിലും പുനരധിവാസ സംഭവങ്ങൾ ചെയ്യാൻ പറ്റുമെങ്കിൽ ആ വിഷ്വൽസ് കണ്ടിട്ട് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ അത് അയച്ചുതരാം. അതിന്റെ ദൃശ്യങ്ങളുണ്ട് അടുത്ത ദിവസത്തെ. തീർച്ചയായിട്ടും ജയപാലൻ, നമുക്കൊരു സമയപരിമിതി ഉണ്ട്. നമ്മുടെ കേരളത്തിൽ 1034 പഞ്ചായത്തുകള് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളാണുള്ളത്. അവിടെ നിന്നുള്ള ഒരുപാട് വാർത്തകൾ വരുന്നു. എല്ലാ വാർത്തകളും ഒരു ബുള്ളറ്റിൽ നമുക്ക് ഉൾക്കൊള്ളിക്കാൻ പറ്റുന്നില്ല എങ്കിലും കൂടുതൽ പ്രാധാന്യം നൽകേണ്ട വാർത്തകൾക്കാണ് നമ്മൾ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. എന്തായാലും ജയപാലന് അഭിമാനിക്കാം. മലനാട് ടിവിയുടെ നാട്ടുരാജ്യ വാർത്തകളുടെ ആദ്യത്തെ വാർത്തയിൽ താങ്കളുടെ വാർത്ത ഒന്നാമതായി ഇടം പിടിച്ചിരിക്കുകയാണ് ജയപാലൻ. എന്തായാലും ഉടനെ തന്നെ മലനാട് ടിവി അവിടെ എത്തും. നമ്മളുടെ പ്രവർത്തകർ അവിടെ എത്തുകയും നിങ്ങളോടൊപ്പം തന്നെ ബാക്കിയുള്ള ഇടങ്ങളിലേക്ക് പോവുകയും നമ്മുടെ നാട്ടുരാജ്യ വാർത്തകളുടെ ഗ്രൂപ്പിന്റെ പ്രവർത്തനങ്ങൾ അവിടെ വരിക ജയപാലൻ. തീർച്ചയായിട്ടും എന്തായാലും സുമനസ്സുകളുള്ളവരെ അതിനകത്ത് സാമൂഹ്യ പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ താല്പര്യമുള്ള സുമനസ്സുകൾ അതിനകത്ത് നേരത്തെ പറഞ്ഞ കക്ഷി രാഷ്ട്രീയങ്ങൾക്ക് അതീതം, അല്ലെങ്കിൽ എന്റെ പാർട്ടി, ഞാൻ ആ പാർട്ടിയിൽ വിശ്വസിക്കുന്ന ആളാ, ഈ പാർട്ടിയാണ് ഭരിക്കുന്നത്, അവർക്കെതിരെ ഞാനൊന്നും മിണ്ടില്ല എന്ന് പറയുന്ന ആൾക്കാരെ നമുക്ക് വേണ്ട. അപ്പൊ സാമൂഹികമായിട്ടുള്ള മാറ്റത്തിന്, സമൂഹത്തിന്റെ അല്ലെങ്കിൽ നമ്മുടെ നാടിന്റെ വികസനത്തിന് ആക്കം കൂട്ടുവാൻ നിങ്ങളെപ്പോലെ ചിന്തിക്കുന്ന ആരുണ്ടെങ്കിലും അതിനകത്ത് ആക്റ്റീവാക്കുക. എന്തായാലും ഉടൻ തന്നെ നമ്മളുടെ മെമ്പേഴ്സിന്റെ എണ്ണം നിജപ്പെടുത്തിയിട്ടുണ്ട്. അത് പൂർത്തിയാകുമ്പോൾ ഉടൻ തന്നെ നമ്മൾ അവിടെ എത്തുന്നതായിരിക്കും ജയപാലൻ.
നന്ദി ജയപാലൻ. അപ്പോൾ പ്രേക്ഷകരെ നിങ്ങൾ കണ്ടില്ലേ, നമ്മുടെ ഒരു സാധാരണക്കാരനായ ഒരു വ്യക്തിയാണ് ഈ ഒരു വാർത്ത നമുക്ക് ഷൂട്ട് ചെയ്ത് അയച്ചു തന്നത്. ഇപ്പോൾ നമ്മുടെ ലൈവിൽ അദ്ദേഹം സംസാരിക്കുകയും ചെയ്തു. ഇതേപോലെ നിങ്ങൾക്കും ഒരു MNCJ ആകാം. എനിവേ നമുക്ക് ചെറിയൊരു ബ്രേക്കിന് ശേഷം തിരിച്ചു വരാം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഇനി നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാം. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള അസാപ്പിന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി 6 മാസത്തെ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് കോഴ്സിൽ ട്രെയിനിംഗ് നൽകുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമായ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഇന്ത്യയിലും വിദേശത്തും നഴ്സിംഗ് അസിസ്റ്റന്റ്, പേഷ്യന്റ് കെയർ മാനേജർ തസ്തികകളിൽ ഉയർന്ന ശമ്പളത്തിൽ നിരവധി തൊഴിലവസരങ്ങൾ കണ്ടെത്താം. ഉടൻ വിളിക്കൂ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, പറവൂർ, പുന്നപ്ര, ആലപ്പുഴ. ഫോൺ 8089597075. ജനാധിപത്യ വാർത്താ പരമ്പര നാട്ടുരാജ്യ വാർത്തകളിലേക്ക് തിരിച്ചെത്തുന്നു. നമ്മോടൊപ്പം നമ്മുടെ MNCJ ആശ തൃപ്പൂണിത്തുറ ചേരുകയാണ്. ആശജി നമസ്കാരം. നമസ്കാരം ആശ. പറയൂ, എന്താണ് നമ്മുടെ ഈ ഒരു നാട്ടുരാജ്യ വാർത്തകളിലൂടെ ജനങ്ങളെ അറിയിക്കാനുള്ളത്? നാട്ടുരാജ്യ വാർത്തകളിലൂടെ എനിക്ക് പറയാനുള്ളത് കിടപ്പ് രോഗികളായിട്ടുള്ള കുറെ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. കാരണം അവരുടെ ചില ആക്സിഡന്റ് സംഭവിച്ചാലുണ്ടാവാം, അതേപോലെ ജന്മന അസുഖങ്ങൾ ബാധിച്ച് കിടപ്പിലായവരുണ്ടാവാം. ഇവർക്കൊന്നും പ്രോപ്പറായിട്ടുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളും ഗവൺമെന്റിൽ നിന്ന് കിട്ടുന്നത് ശരിക്കും എല്ലാവർക്കും എത്തുന്നില്ല. ഗവൺമെന്റ് കൊടുക്കുന്നില്ല എന്നല്ല പറയുന്നത്, പക്ഷെ എല്ലാവരിലേക്കും ഇത് എത്തുന്നില്ല. അപ്പൊ അതിന്റെ അപാകത ഒന്ന് തിരുത്താൻ ഈ നാട്ടുവാർത്തകളിലൂടെ ഒന്ന് ലൈവായിട്ട് കാണിക്കാൻ പറ്റുകയോ അല്ലെങ്കിൽ അധികാരികളിലേക്ക് എത്തിക്കാൻ പറ്റുകയോ ചെയ്യുകയാണെങ്കിൽ ഫലപ്രദമായിരിക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. നല്ലൊരു സജഷനാണ് തീർച്ചയായിട്ടും. അപ്പം എന്തുകൊണ്ട് എത്തുന്നില്ല എന്ന് താങ്കൾ വിചാരിക്കുന്നതും കൂടി തുറന്നു പറയാൻ പറ്റുമോ? എന്തുകൊണ്ട് എത്തുന്നില്ല എന്നല്ല, ഒന്നാമതായിട്ട് പറയേണ്ടത് ഇവർക്ക് അതിനെ കുറിച്ചുള്ള അറിവില്ലായ്മയാണ്. ഗവൺമെന്റിൽ നിന്നും ഈ ഇങ്ങനെയുള്ള ആളുകളിലേക്ക് എന്തെല്ലാം ആനുകൂല്യങ്ങളാണോ ഉള്ളത്. ഇപ്പൊ ഇലക്ട്രിസിറ്റി സംബന്ധിച്ച് പറയുവാണെങ്കിൽ കിടപ്പ് രോഗികളായിട്ടുള്ള ആളുകൾക്ക് 50,000 രൂപയിൽ ഉള്ളിൽ വരുന്ന പോസ്റ്റുകൾ അടക്കം ഇട്ട് കൊടുത്തുകൊണ്ട് അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കണം എന്നുള്ളതാണ്. ഇത് പലരും പല KSEBിയുടെ ഓഫീസർമാർക്ക് പോലും അറിയില്ല എന്നുള്ളതാണ്. എനിക്ക് കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് മാറ്റിയിടുന്നതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു കിടപ്പ് രോഗിക്ക് വേണ്ടി സംസാരിക്കേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിന് പോലും ഫോർസിയറായ അദ്ദേഹത്തിന് പോലും അതിനെ കുറിച്ച് വലിയ അറിവുള്ളതായിട്ട് ഇതൊരു പുതിയ അറിവാണ് ഈ കാര്യം. അപ്പോ അത് ഉറപ്പായും അവർക്ക് അതിനുള്ള പാനൽ ഉണ്ടെന്നുള്ളതാണ് എന്റെ ഒരു വിശ്വാസം. ഒരുപാട് സന്തോഷം. കാരണം ഈ പറയുന്നത് പോലെ ഒരുപാട് ആനുകൂല്യങ്ങൾ ഇന്ന് നാട്ടിൽ ജീവിക്കുന്ന ഒരുപാട് വ്യക്തികൾക്ക് ലഭ്യമാണ്. പക്ഷേ പല ആളുകളും ആശജി പറഞ്ഞതുപോലെ അതേക്കുറിച്ച് അജ്ഞരാണ്. അവർക്കറിയില്ല എനിക്ക് ഇന്ന ഒരു ആനുകൂല്യത്തിന് അർഹത ഉണ്ട് എന്നുള്ളത്. അതിനെക്കുറിച്ചൊരു പുസ്തകം എനിക്ക് തോന്നുന്നു ജയേഷ്ജിയുടെ കയ്യിലുണ്ടെന്ന് തോന്നുന്നു. തീർച്ചയായിട്ടും നമ്മുടെ ഗവൺമെന്റ് പദ്ധതികളെ കുറിച്ച്, ധനസഹായ പദ്ധതികളെ കുറിച്ചും ഗവൺമെന്റ് ഇതര പദ്ധതികളെ കുറിച്ചൊരു കൈപ്പുസ്തകം എല്ലാ ഗവൺമെന്റ് എല്ലാ ഓഫീസിലും ഉണ്ട്, സെക്രട്ടേറിയറ്റിലും ഉണ്ട്. പക്ഷേ ഏതൊരു ഭാഗ്യവശാൽ അതിന്റെ ഒരു എഡിറ്റർ ആയിട്ടുള്ള ഒരു സുഹൃത്ത്, ഒരു IAS ഓഫീസറാണ് എനിക്ക് ഇങ്ങനെ ഒരു ബുക്ക് ഉണ്ട്, അത് പോയി കളക്ട് ചെയ്യണമെന്ന് പറഞ്ഞത്. ഞാൻ കളക്ട് ചെയ്യാനായിട്ട് സെക്രട്ടേറിയറ്റ് പോയപ്പോൾ ആ പുസ്തകം തീർന്നെന്നാണ് പറഞ്ഞത്. അപ്പം അത് അദ്ദേഹത്തോട് സൂചിപ്പിച്ച് അദ്ദേഹം അതിന്റെ ആനക്സിൽ പോയി ആർക്കൈവിൽ നിന്നും മേടിച്ചോളൂ, ഞാൻ വിളിച്ച് പറയാന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ബുക്ക് കിട്ടി. ശരിക്കും ആ ബുക്ക് കിട്ടിയപ്പോഴാണ് മനസ്സിലായത് എത്രത്തോളം സഹായങ്ങൾ നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന പദ്ധതികളുണ്ട്. എന്തായാലും ആശജി വിളിച്ചതിൽ ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനൊരു പുസ്തകം അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടെങ്കിൽ ഓരോ ഡിപ്പാർട്ട്മെന്റിലും ഓരോ കാറ്റഗറിയിൽപ്പെട്ട ആളുകൾക്കും പാവപ്പെട്ടവരും കിടപ്പ് രോഗികൾ മുതൽ അനവധി മേഖലകളിൽ അർഹതപ്പെട്ട അവർക്ക് എത്തിക്കാനുള്ള കൈപുസ്തകങ്ങളാക്കി മാറ്റി, അല്ലെങ്കിൽ ആ ഡിപ്പാർട്ട്മെന്റുകളിൽ ഇങ്ങനൊരു പുസ്തകം ഉണ്ടെന്ന് ഇങ്ങനൊരു കാര്യങ്ങളുണ്ട് എന്ന് അറിയിക്കാൻ നമ്മുടെ MNTVക്ക് സാധിച്ചെങ്കിൽ വളരെ ഉപകാരമാകുകയും അതേപോലെ ജനങ്ങളിലേക്ക് ഒത്തിരി കാര്യങ്ങൾ എത്തിക്കാൻ പറ്റുകയും ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു.
നല്ലൊരു സജഷനാണ് പറഞ്ഞത്. എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് ഏറ്റെടുത്തുകൊണ്ട് തന്നെ അതിലുള്ള ഓരോ സബ്ജക്റ്റ് ഓരോ എപ്പിസോഡുകളായിട്ടോ അല്ലെങ്കിൽ ഓരോ അറിവുകളായിട്ടോ നമുക്ക് MNTV പ്രക്ഷേപണം ചെയ്യാമെന്ന് തന്നെ. തീർച്ചയായിട്ടും. നേരത്തെ നമ്മളുടെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, അറിയാനും പറയാനും എന്നുള്ള പ്രോഗ്രാമില് നമ്മളുടെ ഒരു തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ ഉന്നത ഉദ്യോഗസ്ഥനായിരുന്ന കേരള സർക്കാരിന്റെ പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്ന ഒരാൾ തന്നെയായിരുന്നു റിവീൽ ചെയ്യാൻ നമ്മളുടെ ഉണ്ടായിരുന്നത്. അത് തുടർന്ന് നമുക്കത് ചെയ്യാം. കാരണം ജനങ്ങൾക്ക് അറിയാനുള്ളത് അറിയിക്കുന്നതിനും ജനങ്ങൾക്ക് പറയാനുമുള്ളൊരു വേദിയാണ് അറിയാനും പറയാനും. അപ്പൊ അത് നമുക്ക് വീണ്ടും തുടരണം എന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. എന്തായാലും നന്ദി. ഒരുപാട് സന്തോഷം. വീണ്ടും ഇതുപോലുള്ള വിഷയങ്ങളുമായിട്ട് നമ്മുടെ നാട്ടുരാജ്യ വാർത്തകളിലേക്ക് എത്തുക. ഉറപ്പായിട്ടും ഇനി ഇതുപോലെ അർഹതപ്പെട്ട ആളുകളെ തന്നെ കോർത്തിറക്കിക്കൊണ്ട് MNTVയുടെ സഹായത്തോടുകൂടി മറ്റുള്ളവർക്കുള്ള ആനുകൂല്യങ്ങൾ കൂട്ടിപ്പിടിക്കാൻ ഞാനും നിങ്ങളോടൊപ്പം ഉണ്ടാവും പറഞ്ഞുകൊണ്ട് ഒരുപാട് സന്തോഷം. താങ്ക് യു. ശരിക്കും ഇതേപോലെയുള്ള ആളുകൾ ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു ഇത് നമുക്ക് 1 മണിക്കൂറിലൊന്നും നിർത്താൻ പറ്റുമെന്ന്. കാരണം ഇപ്പൊ നമുക്ക് 5 പേരുടെ റിപ്പോർട്ട് വന്നപ്പോ തന്നെ ഏതാണ്ട് 3/4 മണിക്കൂർ എടുത്തായി. അപ്പം 1034 പഞ്ചായത്തിൽ നിന്ന് ഇതുപോലെ ദിവസവും നമുക്ക് ഇങ്ങനെ റിപ്പോർട്ടുകൾ വരികയാണെങ്കിൽ അതൊരു എനിക്ക് തോന്നുന്നു ഗിന്നസ് ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ വരെ ഒരുപക്ഷെ സംപ്രേഷണമായിരിക്കും എന്ന് തന്നെ. അപ്പം തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതുപോലെ എന്തെങ്കിലും വാർത്തകൾ ഞങ്ങളെ അറിയിക്കണമെന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറുകളിൽ ഞങ്ങളെ കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ എന്തെങ്കിലും വാർത്തകൾ ഷൂട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് എന്താണെന്ന് വിശദമാക്കിക്കൊണ്ട് തന്നെ അതിന്റെ ഒരു കുറിപ്പുകളോടുകൂടി ഈ നമ്പറുകളിൽ വാട്സാപ്പ് ചെയ്താൽ തീർച്ചയായിട്ടും നമ്മുടെ ഈ ഒരു നാട്ടുരാജ്യ വാർത്തകളിലൂടെ ഞങ്ങളത് സംപ്രേഷണം ചെയ്യുന്നതായിരിക്കും. കൂടാതെ ഇതേപോലെ ലൈവിൽ നിങ്ങൾക്ക് സംസാരിക്കാനുള്ള ഒരു അവസരം കൂടി ഒരുക്കി തരുന്നതായിരിക്കും. മാത്രമല്ല ഇനി ഇതേപോലെ ഈ സീറ്റുകളിൽ വന്നിരുന്ന് നിങ്ങൾക്ക് ഇത് അവതരിപ്പിക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ അതിനുള്ള അവസരവും ഞങ്ങൾ ഒരുക്കുന്നതായിരിക്കും. നമുക്ക് വളരെ വേഗത്തിൽ വായിച്ചു പോകേണ്ട 1-2 വാർത്തകളുണ്ട്. ശ്രീകൃഷ്ണപുരത്ത് നിന്നാണ്, പാലക്കാട് ശ്രീകൃഷ്ണപുരത്ത് നിന്നും നമ്മളുടെ ഡോക്ടർ AK ഹരിദാസ് റിപ്പോർട്ട് ചെയ്യുന്നത്. ശ്രീകൃഷ്ണപുരത്തെ ഗ്രീൻ പവർ അക്കാദമിയുടെ നറുക്കെടുപ്പിന്റെ ദൃശ്യങ്ങളാണ്. സ്വർണ്ണ നാണയം സമ്മാനമായി നൽകിയത് ജനശ്രദ്ധ ആകർഷിച്ചു എന്ന റിപ്പോർട്ടാണുള്ളത്. ശ്രീകൃഷ്ണപുരം സമന്വയ സാംസ്കാരിക വേദിയുടെ നേതൃത്വത്തിൽ ശ്രീ ഉത്തരത്തിൽക്കാവ് ഭഗവതി ക്ഷേത്ര മൈതാനിൽ വെച്ച് നടന്ന അഖില കേരള നാടകോത്സവത്തോടനുബന്ധിച്ച് ശ്രീകൃഷ്ണപുരം ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ കീഴിലുള്ള ഗ്രീൻ പവർ അക്കാദമിയുടെ പ്രചരണാർത്ഥം നടന്ന നറുക്കെടുപ്പ് മത്സരം നാടകോത്സവത്തിന്റെ അവസാന ദിവസമായ 6ാം ദിവസം നറുക്കെടുപ്പ് നടത്തി. ഗ്രീൻ പവർ മൾട്ടി സ്റ്റേറ്റ് വെഹിക്കിൾ സർവീസ് കോപ്പറേറ്റീവ് സൊസൈറ്റിയുടെ ചെയർമാനും ഫൗണ്ടറുമായ സതീഷ് പുലിക്കാട്ടിൽ അധ്യക്ഷനായിരുന്നു. കൂപ്പണയിൽ നിന്നും ഭാഗ്യവാനും ഭാഗ്യവതിയായിട്ടുള്ള ആളുകളെ നറുക്കെടുത്തത് ഉത്തരത്തിൽക്കാവ് ഭഗവതി ക്ഷേത്രത്തിലെ മേൽശാന്തിയും സമന്വയ സാംസ്കാരിക വേദിയുടെ രക്ഷാധികാരിയുമുള്ള TK ശങ്കർദാസ് നമ്പൂതിരിപ്പാടാണ്. നറുക്കെടുപ്പിൽ സ്വർണ്ണ നാണയം സമ്മാനമായി ലഭിച്ചത് കരിഞ്ചീറ്റിൽ ലക്ഷ്മി ദേവി മകൻ KR പ്രവീണിനായിരുന്നു. എന്തായാലും സമന്വയ സാംസ്കാരിക വേദിക്കും അതുപോലെ തന്നെ നമ്മളുടെ ഈ ഉത്തരക്കാവിൽ ഭഗവതി ക്ഷേത്രത്തിന്റെ മേൽശാന്തിക്കും വളരെയേറെ നന്ദിയുണ്ട്. കാരണം ഈ സാംസ്കാരിക വേദികൾ ക്ലബ്ബുകളാണ് സമൂഹത്തിന്റെ തലസ്ഥാനങ്ങളായി വർത്തിക്കേണ്ടത്, അല്ലേ? അപ്പം സാമൂഹ്യമായിട്ടുള്ള മാറ്റങ്ങൾക്ക് നിങ്ങൾക്കും പറ്റും എന്നുള്ളത് കൊണ്ടും മലനാട് TVയുടെ ഈ പറയുന്ന നാട്ടുരാജ്യ വാർത്തകളുടെ പ്രവർത്തനത്തിലൂടെ വിവക്ഷിക്കുന്നത് ആ നാടിന്റെ വികസനത്തിന് വേണ്ടിയുള്ള ഇടപെടലാണ് എന്നുള്ളത് കൊണ്ടും നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങളെ ഞങ്ങളെ വളരെയധികം വലുതായി കാണുകയാണ്. ഈ ഒരു വാർത്ത നമുക്ക് തന്നിരിക്കുന്നത് നമ്മുടെ പാലക്കാട് ബ്യൂറോ ചീഫും അതുപോലെ തന്നെ MNCJയുടെ ജില്ലാ തല മേധാവിയുമായ ഡോക്ടർ AK ഹരിദാസ് ആണ്, പാലക്കാട് നിന്നും. അപ്പൊ അദ്ദേഹത്തിനുള്ള പ്രത്യേക നന്ദി അറിയിക്കുന്നു. ജനാധിപത്യ വാർത്താ പരമ്പര നാട്ടുരാജ്യ വാർത്തകളിലേക്ക് തിരിച്ചു വരാം. എന്തായാലും നമ്മൾ നേരത്തെ ജയപാലൻ നീലിമയാണ് നമ്മള് കടക്കാവൂർ പഞ്ചായത്തിൽ നിന്ന് സംസാരിച്ചെങ്കിൽ ഇപ്പോൾ നമുക്ക് മറ്റൊരു അതിഥിയുണ്ട്. നമ്മളുടെ പഞ്ചായത്തിന്റെ പേരെന്താണ്? കേട്ടിട്ടില്ല. അകലക്കുന്നം പഞ്ചായത്തിൽ ജെയിംസ് താന്നിക്കലാണ് അല്ലേ? മറ്റൊരു MNCJ ആണ്. ഈ അകലക്കുന്നം പഞ്ചായത്ത് എന്ന് പറയുമ്പം ഏത് ജില്ലയിലാണ്? കോട്ടയമാണോ? കോട്ടയം ജില്ലയിലെ അകലക്കുന്നം പഞ്ചായത്തിൽ നിന്നും ജെയിംസ് താന്നിക്കൽ എന്ന് പറഞ്ഞ സാമൂഹ്യ പ്രവർത്തകനും മലനാട് ജില്ലയുടെ MNTV സിറ്റിസൺ ജേർണലിസ്റ്റുമായിട്ടുള്ള ജെയിംസ് താന്നിക്കലാണ് ഇപ്പൊ നമ്മുടെ ഒപ്പം ഉള്ളത്. ജെയിംസ്, ഇപ്പം നിങ്ങൾ എന്താണ് വാർത്തകളിൽ ഇടം പിടിച്ചിട്ടുള്ള മലബാർ ഭാഗത്തുള്ള ഒരു പ്ലൈവുഡ് ഫാക്ടറിയുടെ അല്ല ഈ പറഞ്ഞ അല്ലല്ല ഞാൻ പറഞ്ഞു വന്നത് നമ്മള് ഇപ്പം സമാനമായിട്ടുള്ള ഒരു വലിയ പൊതുപ്രശ്നത്തിൽ ജനകീയമായ ഇടപെടൽ നടത്തിയ പോലീസ് ലാത്തിചാർജ് നടത്തിയ വാർത്ത കേട്ടാണല്ലോ ആ കോഴിക്കോട് ഭാഗത്ത്.
അപ്പൊ അതേപോലെ തന്നെയാണ് ഇപ്പോൾ ഇവിടുത്തെ ഒരു വിഷയം. ഇവിടെ അകലക്കുന്നം പഞ്ചായത്തിനെ ഏറ്റവും കൂടുതൽ വിഷമിപ്പിക്കുന്ന എന്താണ്, ഒരു ഫാക്ടറി, അതൊരു വ്യവസായം നടത്തേണ്ട ഇടമാണ്. വ്യവസായിയുടെ ഇടപെടൽ കാരണം അവിടെ ഒരുപാട് പേർക്ക് ജീവനം കിട്ടുന്നതാണ്. അതുകൊണ്ട് ആ വ്യവസായത്തിന് എന്താണ് ഇപ്പം നിങ്ങളുടെ പ്രശ്നം എന്താണ് അകലക്കുന്നം പഞ്ചായത്തില്? അത് ഈ ഫാക്ടറി പ്രവർത്തിച്ചു തുടങ്ങി. ഈ ഫാക്ടറി പ്രവർത്തിക്കുമ്പോൾ ഭയങ്കരമായ പുകയാണ് പ്രദേശത്ത് വളരുന്നത്. ഫാക്ടറി ജനവാസ കേന്ദ്രത്തിലാണ് ഈ ഫാക്ടറി പ്രവർത്തിക്കുന്നത്. അത് ഒരു 2 മലകളുടെ ഇടയ്ക്ക് ഒരു താഴ്വരയിലാണ് ഈ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. ഓക്കെ. ഈ മീനിച്ചി തോടിന്റെ ഒരു കൈവഴിയായ ഗ്രാഫുഴി തോടിന്റെ സൈഡിലാണ്, തോടിന്റെ ഓരത്താണ് ഈ ഫാക്ടറി സ്ഥാപിച്ചിരിക്കുന്നത്. അതെ. ഈ ഫാക്ടറിയിൽ നിന്ന് പ്രസന്റ് വരുന്നില്ലെങ്കിൽ ഇതിൽ നിന്ന് തള്ളുന്ന വേസ്റ്റ് എല്ലാം മണ്ണിൽ കിടന്ന് തോട്ടിലേക്കും മീനിച്ചി തോട്ടിലേക്കാണ് ഈ തോട് വരുന്നത്. മീനിച്ചി തോട്ടിലും മീനിച്ചിലായറും മലിനമാകുന്ന ഒരു അവസ്ഥയാണുള്ളത്. ഓക്കെ. പിന്നെ അന്തരീക്ഷത്തിലേക്ക് വളരുന്ന പുക ഏകദേശം 1 കിലോമീറ്റർ ചുറ്റളവിൽ തങ്ങി നിൽക്കുവാണ്. ഓക്കെ. ഈ കുഴി ആയതുകൊണ്ട് ഹരിതഗ്രഹത്തിനകത്ത് ഈ പുക അങ്ങോട്ട് പടർന്നു നിൽക്കുകയാണ്. അവിടെയുള്ള ആളുകൾക്കൊക്കെ ശ്വാസം മുട്ടലും അസ്വസ്ഥതയുണ്ട്. ഒരു വല്ലാത്ത ഗന്ധം, ഈ റബ്ബറിന്റെ ഈ തടിയും റബ്ബറും എല്ലാം കൂടെ കത്തി വല്ലാത്തൊരു ഗന്ധം അവിടെ പടരുകയാണ്. ഈ ഒരു ആരോഗ്യ പ്രശ്നം പഞ്ചായത്തിന് ധരിപ്പിച്ചില്ലേ? പഞ്ചായത്ത് ധരിപ്പിച്ചു. ഞങ്ങൾ സ്പെഷ്യൽ ഗ്രാമസഭ കൂടി. പഞ്ചായത്തില് പരാതി കൊടുത്തിട്ട് അവര് വലിയ കാര്യമായ നടപടികളൊന്നും ആദ്യം എടുത്തില്ല. അപ്പൊ ജനങ്ങൾ സംഘടിച്ച് സ്പെഷ്യൽ ഗ്രാമസഭ കൂടി ഏകകണ്ഠമായി പ്രമേയം പാസാക്കി. ഓക്കെ. എന്താണ് പ്രമേയം പാസാക്കിയത്? എന്താണ് അതിനകത്ത് പറഞ്ഞിരിക്കുന്നത്? പ്രമേയത്തിൽ പറഞ്ഞിരിക്കുന്നത് എന്താണ് അടുത്ത തീരുമാനം? അടുത്ത പ്രമേയം ഇത് ഈ സ്ഥാപനം അവിടെ ആവശ്യമില്ലാതെ അവിടുന്ന് മാറ്റണമെന്നാണ് ജനങ്ങൾ ആവശ്യപ്പെടുന്നത്. കാരണം ഈ തോട് മലിനപ്പെടും, അന്തരീക്ഷം മലിനപ്പെടും. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പം പഞ്ചായത്ത് കമ്മിറ്റി ഇന്നലെ അതിന് അനുകൂലമായ തീരുമാനമെടുത്തു. പഞ്ചായത്ത് അത് അടച്ചുപൂട്ടുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കാവുന്ന തീരുമാനം എടുത്തിട്ടുണ്ട്. പിന്നെ നിയമപരമായ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു. തീർച്ചയായിട്ടും. എന്തായാലും ഈ പറഞ്ഞതുപോലെ നമ്മളുടെ പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് അനുശാസിക്കുന്ന നിയമപരമായ വ്യവസ്ഥയിൽ വെച്ചുകൊണ്ട് ഏതൊരു കമ്പനിക്കും അവിടെ പ്രവർത്തിക്കാനാണ്. പക്ഷേ അവിടെ ജനവാസ കേന്ദ്രത്തിൽ ഇത്രയും ഈ പൊല്യൂഷനും മറ്റുള്ള കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് വരാത്ത രീതിയിൽ പരിഗണിക്കേണ്ടത് കമ്പനിയുടെ നിർമ്മാതാക്കൾ ആദ്യം തന്നെയാണ്. പക്ഷേ കമ്പനിയെ കുറ്റപ്പെടുത്താൻ പാടില്ല. കാരണം പഞ്ചായത്ത് അവർക്കെല്ലാ NOCയും കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇവിടെ കുറ്റക്കാരായിട്ട് വരുന്നത് ഇവിടുത്തെ അധികാരികളാണ്. മാത്രമല്ല ഇതിനെ ഒരു മതിലിനോട് ചേർന്ന് തന്നെ അംഗൻവാടി 25 വർഷമായിട്ട് പ്രവർത്തിക്കുന്ന അംഗൻവാടി ഉണ്ട്. ഇവിടെ 5-6 കുട്ടികളുണ്ട്. അതെ. ഈ അംഗൻവാടി ഉള്ളത് കൊണ്ട് ഒരു കാരണവശാലും സർക്കാർ അനുമതി കൊടുക്കില്ല എന്നാണ് ആൾക്കാർ വിചാരിച്ചിരുന്നത്. അതെ. ഇപ്പൊ അനുമതി കൊടുത്തിട്ട് ഇത് ചെയ്യുകയും ചെയ്തു, ഇൻവെസ്റ്റ് ചെയ്യുകയും ചെയ്തു. ആ ബിസിനസ് ചെയ്യുന്ന വ്യക്തിക്ക് എന്തായാലും ഒരു വലിയ ഭീകരമായ നഷ്ടം വരികയും ചെയ്യും. എന്തായാലും ഇത് വ്യക്തിക്ക് നഷ്ടമുണ്ട്. അത് ശരിക്കും അത് ഈ അധികാരി വർഗമാണ്. പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് ഈ അവിടുത്തെ ജനങ്ങളുമായിട്ടോ ആദ്യം തന്നെ പരാതി കൊടുത്തിരുന്നു. പക്ഷെ അവര് ആരെയും മൈൻഡ് ചെയ്തിട്ടില്ല. എന്തായാലും നമുക്കിപ്പോ അതിന്റെ ഒരു റിസൾട്ട് വരട്ടെ അല്ലേ? അതുവരെ നമുക്കൊന്ന് കാത്തിരിക്കാം. അത് നമുക്ക് എതിരായിട്ടാണ് വരുന്നതെങ്കിൽ അതിനുശേഷം പിന്നീട് ബാക്കി കാര്യങ്ങൾ ചർച്ച ചെയ്യാന്ന് വിചാരിക്കും. നമ്മുടെ ഈ ഒരു ഷോ കണ്ടുകൊണ്ട് ഒരുപാട് MNCGകൾ നമ്മുടെ ലൈവിൽ ചേരുകയാണ്. അടുത്ത നമ്മുടെ MNCG ശ്രീ സുമേഷ് ലൈനിലുണ്ട്. ഹലോ. നമസ്കാരം. പറയൂ എന്താണ് താങ്കൾ റിപ്പോർട്ട് ചെയ്യാനുള്ളത്? പഞ്ചായത്തിന്റെ ഒരു പ്രോഗ്രാമിലേക്കാണ്. ഓക്കെ. അപ്പോൾ ഈ പ്രാവശ്യത്തെ 5 വർഷം ഭരിച്ചിരുന്ന കുറച്ച് മെമ്പർമാരെ ആദരിക്കുന്ന ചടങ്ങാണ്. ഓക്കെ. ഓ, ജനങ്ങളാണ് ആദരിക്കുന്നത്. ആരാണ് ആദരിക്കുന്നത്? ആദരിക്കുന്നത് ഇവിടുത്തെ പഞ്ചായത്ത് മെമ്പർമാരുണ്ട്. അവരെ ആദരിക്കുന്ന ഒരു ചടങ്ങാണ്. വെരി ഗുഡ്. ഓക്കെ. നമുക്ക് എന്തെങ്കിലും ദൃശ്യങ്ങൾ ലഭ്യമാണോ? സുമേഷ് ജി, ദൃശ്യങ്ങൾ ലഭ്യമാണോ? അയച്ചിട്ടുണ്ട്. ദൃശ്യങ്ങൾ അയച്ചിട്ടുണ്ട്. ഓക്കെ ഓക്കെ. പറഞ്ഞോളൂ കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. അല്ല, ഒരു അവിടെ നിന്ന് അത് കണ്ട ആളെന്നുള്ള നിലയ്ക്ക് സുമേഷ് ജിക്ക് ഇതെങ്ങനെയാണ് അതിന്റെ ഫീൽ ചെയ്തത്? ആ ഒരു അതായത് നമ്മുടെ ഓരോ മെമ്പർമാരുടെയും അവരുടെ പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച് ഓരോരോ മെമ്പർമാരുടെ ഓരോരോ വാർഡുകളുണ്ടല്ലോ, വാർഡുകളില് അവരുടെ ഡെവലപ്മെന്റ്സ് അതിനെ കുറിച്ചുള്ള കാര്യങ്ങളും ഇവർക്ക് വേണ്ടി ഒരു ആദരവ് നൽകുകയാണ് അവിടുത്തെ പഞ്ചായത്ത് പ്രസിഡന്റ്, അവിടുത്തെ സ്റ്റാഫുകൾ എല്ലാവരും ഇവരെ ആദരിക്കുകയാണ്. വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. ഒരുപാട് സന്തോഷം. അപ്പൊ നമ്മുടെ ഒരു പാരിസ്ഥിതിക പ്രശ്നം, ഒരു ജീവകാരുണ്യം, അതുപോലെ തന്നെ ഇപ്പൊ നമ്മുടെ നാട്ടിൽ നടക്കുന്ന വലിയൊരു സംഭവം. ഒരുപാട് സന്തോഷം. ഇങ്ങനെ ഒത്തിരി റോഡുകളും ചെറിയ ചെറിയ റോഡുകളും പിന്നെ ഒത്തിരി ഡെവലപ്മെന്റ്സ് ഈ 5 വർഷം ഈ മെമ്പർമാര് നല്ല രീതിയിൽ കാഴ്ചവെച്ചു. MLA ഫണ്ടും അങ്ങനെ കുറച്ച് കാര്യങ്ങളൊക്കെ അവിടെ
നമ്മുടെ പ്രേക്ഷകർ കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലും ഇന്ത്യയിലെ എമ്പാടും ഉള്ളതുകൊണ്ട് ഈ പഞ്ചായത്ത് ഏത് ജില്ലയിലുള്ള ആണെന്ന് സൂചിപ്പിച്ചത്. എറണാകുളമാണോ? എറണാകുളം ജില്ലയല്ലേ? മുളകാട് എറണാകുളം ജില്ല. ഓക്കെ. അവിടെ അതെ, ഈ മുളകുപാടും വല്ലാർപാടത്തും ജനങ്ങളെ അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഈ ഫേസ് ചെയ്ത ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? കുടിവെള്ള പ്രശ്നമാണോ, റോഡിന്റെ പ്രശ്നങ്ങളാണോ, എന്തൊക്കെയാണ് അവിടുത്തെ പ്രതിസന്ധികൾ? തീർച്ചയായിട്ടും. എന്തായാലും മുളകുപാട് പഞ്ചായത്തിന് ഒരു ബിഗ് സല്യൂട്ട്. തീർച്ചയായിട്ടും നമ്മളെപ്പോഴും കുറ്റങ്ങൾ പറയാൻ വേണ്ടി മാത്രമല്ല, നല്ല കാര്യങ്ങളെ അംഗീകരിക്കുകയും അവാർഡുകൾ നൽകുകയും. ലഭിച്ചിട്ടുണ്ട്. നമുക്ക് എന്തായാലും പ്ലേഔട്ടിൽ അത് കാണിക്കുന്നുണ്ട്. ഓക്കെ സുഭാഷ്, വളരെയധികം സന്തോഷം. ഒരു നല്ല വാർത്ത. അപ്പൊ നമുക്ക് ആ ദൃശ്യങ്ങൾ കണ്ടിട്ട് തിരിച്ചു വരാം. എന്തായാലും മുളകുപാട് പഞ്ചായത്തിന്റെ വിഷയം ജനങ്ങള് എല്ലാ പഞ്ചായത്തുകാരും തങ്ങളെ ഒരു 5 വർഷക്കാലം സേവിച്ച ആ ആൾക്കാരെ അക്കമിട്ട് അവരുടെ സേവന പ്രവർത്തനങ്ങളും നന്മകളും പറഞ്ഞ് ആദരിക്കാനൊക്കെ ലോകത്തെമ്പാടുമുള്ള മലനാട് ടിവിയുടെ മലയാളി പ്രേക്ഷകർക്ക് ന്യൂസ് അവറിലേക്ക് സ്വാഗതം. ഇതൊക്കെ നമ്മൾ കണ്ടുമടുത്തതല്ലേ. ഇതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഒരു വാർത്താ പരമ്പര അരങ്ങേറാൻ പോവുകയാണ്. കേരള പിറവി ദിനമായ നവംബർ 1 മലനാട് ടി വി അവതരിപ്പിക്കുന്നു ഭാരതത്തിലെ സാധാരണക്കാരിൽ സാധാരണക്കാരായ ജനങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ട് അവർ നൽകുന്ന വാർത്തകൾ കോർത്തിണക്കിക്കൊണ്ട് ഒരു വാർത്താ പരമ്പര, ജനാധികാര ജനാധിപത്യ വാർത്താ പരമ്പര, നാട്ടുരാജ്യ വാർത്തകൾ. എല്ലാ ദിവസവും വൈകുന്നേരം 6 മണി മുതൽ 7 മണി വരെ. നിങ്ങൾക്കും ഒരു സിറ്റിസൺ ജേർണലിസ്റ്റ് ആകണം. ആഗ്രഹമുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ ഉടൻ തന്നെ കോൺടാക്ട് ചെയ്യുക. ഇനി നമുക്ക് ഒരുമിച്ച് വളരാം മലനാട് ടിവിക്കൊപ്പം. മലനാട് ടി വി ഇന്ത്യ, മലയാളികളുടെ ഹൃദയതാളം. You are watching Malanad TV India, the first national integration channel. This program brought to you by Parakat Nature Hotels and Resorts, DQ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, പറവൂർ, പുന്നപ്ര, ആലപ്പുഴ. അപ്പൊ നമസ്കാരം. നമുക്കിപ്പം അടുത്ത ഒരു MNTV CJ ഇപ്പോൾ എത്തിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിൽ നിന്നാണ്. കട്ടപ്പനയിൽ നിന്ന് നമ്മുടെ പ്രിയപ്പെട്ട JP കട്ടപ്പനയാണ്. ചേട്ടനെ സംബന്ധിച്ചിട്ട് പറയാമല്ലോ, ഒരു തികഞ്ഞ പൊതുപ്രവർത്തകൻ, അതിനുപരി ചലച്ചിത്ര പ്രവർത്തകൻ കൂടെയാണ്. ശരിക്കും അദ്ദേഹത്തിന്റെ കയ്യിലുള്ള ഒരു പ്രമേയം ഇന്ന് മലനാട് ടിവിയിൽ ഇരിപ്പുണ്ട്. മുല്ലപ്പെരിയാറിനെ ബേസ് ചെയ്തിട്ടുള്ള ഒരു വലിയ ക്യാൻവാസിലുള്ള ഒരു സിനിമയുടെ പ്രമേയമാണ്. എന്തായാലും JP, സന്തോഷം. കേൾക്കാമോ? നമസ്കാരം. ഹലോ, നമസ്കാരം. JP, അപ്പം എന്തായാലും ഞങ്ങൾ JPയെ കുറിച്ച് ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്നപ്പോഴാണ് നമ്മുടെ പിന്നെ JP ഒന്ന് ജസ്റ്റ് വിച്ഛേദിക്കപ്പെട്ടത് നമ്മുടെ സന്ദേശം. എന്തായാലും വളരെ സന്തോഷം. മുല്ലപ്പെരിയാറുമായി ബന്ധപ്പെട്ട ഒരു സിനിമ ചെയ്യണം എന്നുള്ള ആഗ്രഹത്തിലാണ് JP ഇപ്പൊ പ്രവർത്തിക്കുന്നത്. JPയെ സഹായിക്കുവാൻ അല്ലെങ്കിൽ JPയുടെ പ്രവർത്തനത്തിൽ മുല്ലപ്പെരിയാർ സമരസമിതി നായകനുള്ള അടുത്തൊരു റസൽ ജോയിയുണ്ട്. ഒരുപാട് ആളുകൾ അങ്ങോടൊപ്പം ഉണ്ട് അല്ലേ? അപ്പൊ നമുക്ക് പ്രധാനമായിട്ടും എടുത്തു ചോദിക്കേണ്ട കാര്യം സിനിമയുടെ പശ്ചാത്തലത്തിലല്ല, അങ്ങ് അവിടെ ജീവിക്കുന്ന സാഹചര്യത്തിൽ മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശമായിട്ടുള്ള ചപ്പാത്ത്, മഞ്ചുമല, വണ്ടിപ്പെരിയാർ, വള്ളക്കടവ്, അയ്യപ്പൻകോവില്, അപ്പൊ ഈ ഇത്രയും 5 പഞ്ചായത്തുകളിലെ മുല്ലപ്പെരിയാർ എന്ന് പറയുന്ന ആ ഒരു അണക്കെട്ടിൽ നിന്നും ഒഴുകി വരുന്ന നദിയുടെ ഇരുകരകളിൽ താമസിപ്പിക്കുന്ന ആളുകൾ മഴക്കാലം ആകുമ്പോൾ കാലാകാലങ്ങളായിട്ട് പുനരധിവാസ കേന്ദ്രങ്ങളിലേക്ക് പോകേണ്ടതുണ്ട്. ഇപ്രാവശ്യവും അത് കണ്ട് 2-3 ദിവസങ്ങൾക്കുള്ളിൽ അതിഭീകരമായ ഒരു പ്രളയം പോലെ തന്നെ അവിടെ ഉരുൾപൊട്ടലൊക്കെ അടക്കമുണ്ടായി. 300ഓളം കുടുംബങ്ങളെ മാറ്റിപ്പാർപ്പിച്ചു എന്ന് കേൾക്കുന്നുണ്ട്. ഈ മാറ്റിപ്പാർപ്പിച്ചു എന്ന് പറയുമ്പോൾ പാർക്കാൻ സുഖമുള്ള സ്ഥലത്തല്ല അവർ പോകുന്നത്. ഏതെങ്കിലും ദേവാലയങ്ങളിലോ സ്കൂളുകളിലോ ഒക്കെ അന്തി ഉറക്കേണ്ട ഒരു സാഹചര്യം, സ്വന്തം കിടപ്പാടത്തിൽ നിന്ന് മാറി താമസിക്കുന്ന ഒരു സാഹചര്യം അങ്ങയുടെ പഞ്ചായത്തിൽ ആളുകൾക്കുണ്ട് ഇല്ലേ? എന്താണ് ഇപ്പോഴത്തെ അവരുടെ അവസ്ഥ? പറയാനുള്ളത്, ഹലോ, കേൾക്കുന്നുണ്ട്, പറഞ്ഞോളൂ. എനിക്കിനെ കുറിച്ച് പറയാനുള്ളത്, ഇവിടെ മുല്ലപ്പെരിയാർ മുതൽ ഇടുക്കി വരെയുള്ള ജനങ്ങളെ മനുഷ്യരായിട്ട് കൂട്ടാൻ കഴിയില്ലാത്തൊരു ഗവൺമെന്റാണ് നമുക്ക് നിലവിലുള്ളത്. കാരണം അവർ പറയുന്ന മുല്ലപ്പെരിയാർ കൊണ്ടേ ഇടുക്കി ആക്കിക്കൊണ്ടു. അപ്പൊ ഇത് ഇടയ്ക്ക് വരുന്ന 3-4 ലക്ഷം ജനത്തോളം അവർ മനുഷ്യരാണോ മൃഗങ്ങളാണോ അവർക്ക് തരുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസാസ്റ്റർ അല്ലെങ്കിൽ വെള്ളപ്പൊക്കം ഉണ്ടാകുമ്പോൾ അവർ ഏതെങ്കിലും സ്കൂളിലോ
ഏതെങ്കിലും ലേബിൽ കൊണ്ട് തള്ളി തിരിച്ചു നോക്കാനുള്ള മനസ്സ് പോലും കാണിക്കാത്ത ഒരു നീതി വീടാണ് ഇപ്പൊ നമുക്ക് നിലവിലുള്ളത്. അതിന് നിങ്ങൾക്ക് എന്താണ് പ്രതികരിക്കാൻ? നിങ്ങൾക്ക് പ്രതികരിക്കാൻ എന്താണുള്ളത്? അതെ, നമ്മൾ പ്രതികരിച്ചുകൊണ്ടിരിക്കുകയാണോ? ഈ വാർത്ത തന്നെ അതിന്റെ പ്രതികരണമാണ്. ഇത് ലോകം അറിയുകയാണ്. കാരണം മാധ്യമങ്ങളുടെ ഒരു ഫ്രണ്ട് പേജിൽ പോലും ഇടം നേടാത്ത വാർത്തയാണ് മുല്ലപ്പെരിയാറിന്റെ വൃഷ്ടിപ്രദേശത്ത് 300 പേരെ പുനരധിവാസ കേന്ദ്രത്തിലേക്ക് കൊണ്ടുപോയി. ഇവിടെ ദൃശ്യമാധ്യമങ്ങൾ തമ്മിൽ തള്ളിക്കൊണ്ടിരിക്കുന്ന വാർത്തകൾ കാണിക്കുന്ന സാഹചര്യം. ഈ സാഹചര്യത്തിൽ ഈ പുനരധിവസിപ്പിക്കപ്പെട്ട ആളുകളെ ഇടുക്കിയിലെ ലേഖകന്മാർ പോലും പോയി ചിത്രീകരിച്ച് റിപ്പോർട്ട് ചെയ്യുന്നില്ല എന്നുള്ളിടത്താണ് ഞാൻ നമ്മുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് ആയിട്ടുള്ള JP സഹായം തേടുന്നത്. JP അവരുടെ അവസ്ഥ, അവർ അനുഭവിക്കുന്ന ദുരവസ്ഥ എന്ന് പറഞ്ഞാട്ടെ. തള്ളപ്പെടുമ്പോൾ ഇവിടുന്ന് കൊണ്ട് വണ്ടി കയറ്റി അവിടെ കൊണ്ട് എത്തിക്കുന്നവരെ ഉത്തരവാദിത്തക്കാരും ബാക്കിയുള്ളവരും നിലവിലുണ്ട്. കാരണം നമുക്കറിയാം, മുണ്ടക്കയിൽ കൊണ്ട് ഇട്ട് കഴിഞ്ഞതിന് ശേഷം അതിന് അവർക്ക് അവിടെ താമസിക്കാൻ വീടില്ലാത്ത അനേകം കുടുംബങ്ങളും വീട്ടുകാരും ഉണ്ട്. ഇവരുടെ ഉത്തരവാദിത്വം എന്ന് പറയാൻ 1, 2, 3 ദിവസം മാധ്യമ ശ്രദ്ധ പിടിച്ചു പറ്റുന്നതിന് മാത്രം സപ്പോർട്ട് ചെയ്യുന്ന ഭരണങ്ങളാണ് ഇപ്പൊ നമുക്ക് നിലവിലുള്ളത്. എന്നാൽ ഇവർ പിന്നീട് അവരുടെ ജീവിതം എങ്ങനെ പോകുന്ന, അവർ തിരിച്ചവരുടെ വീടുണ്ടോ, അവരുടെ ആദായങ്ങളുണ്ടോ, അവരുടെ കൃഷിയുണ്ടോ, ഇതൊന്നും അന്വേഷിക്കാൻ അവരെ കുറിച്ച് ചിന്തിക്കാൻ ഇതുവരെ ഒരിക്കലും തയ്യാറാകുന്നില്ല. അത്തരം കാരണം പിന്നെ മനുഷ്യരാണെന്ന് കരുതുന്നില്ല. പിന്നെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത്? അവരനുഭവിക്കുന്ന ഇൻസെക്യൂരിറ്റി നോക്കി അതേക്കുറിച്ച് പോലും പഠിക്കാൻ തയ്യാറാകുന്നില്ലായിരുന്നു. തീർച്ചയായിട്ടും TRP റേറ്റിംഗിനെ കുറിച്ച് മാത്രം മറ്റുള്ള മാധ്യമങ്ങൾ ചിന്തിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയും ഇല്ലാതെയാണ് നമ്മൾ മലനാട് TV നിങ്ങളിലേക്ക് എത്തുന്നത്. ഈ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെ ലൈവിലൂടെ നമ്മുടെ പ്രേക്ഷകരിലേക്ക് ഞങ്ങൾ എത്തിക്കുകയാണ്. ഇനി ബാക്കി കൺ തുറക്കേണ്ടവർ കൺ തുറക്കട്ടെ. ഇതുപോലെ എല്ലാവരും പ്രതികരിക്കാൻ തയ്യാറായാൽ തീർച്ചയായിട്ടും ഇതിനൊരു പരിഹാരം ഉണ്ടാവും തന്നെയാണ് വിശ്വാസം. പക്ഷേ ഇതിനെക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ പറയാൻ നമുക്കും ഇപ്പോൾ സാധിക്കില്ല. കാരണം സുപ്രീം കോടതിയുടെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു വിഷയം കൂടിയാണിത്. എനിവേ, താങ്കളെ പോലെയുള്ള നമ്മുടെ MNCJ-മാരും അതുപോലെ സാധാരണക്കാരും കൃത്യമായിട്ട് ഇതിനെതിരെ ഇതുപോലെ തന്നെ പ്രതികരിച്ച് മുമ്പോട്ട് പോവുകയാണെങ്കിൽ ശാശ്വതമായ ഒരു പരിഹാരം ഇക്കാര്യത്തിൽ ഉണ്ടാവും തന്നെയാണ് ഞങ്ങളുടെ ഒരു പ്രതീക്ഷ. ഇത് ജനങ്ങളിലേക്ക് എത്തിക്കാനുള്ള, അധികാരികളിലേക്ക് എത്തിക്കാനുള്ള ഒരു മീഡിയം മാത്രമാണ് മലനാട് TV. എന്തായാലും JP, ഇത് ചെറിയൊരു വിഷയമല്ല. കാരണം എല്ലാ വർഷവും കാലാകാലങ്ങളായി 10-40 വർഷങ്ങളായിട്ട് കുടിയൊഴിപ്പിക്കപ്പെടുന്ന അല്ലെങ്കിൽ പുനരധിവസിപ്പിച്ച കേന്ദ്രങ്ങളിലേക്ക് പലായനം ചെയ്യേണ്ടി വരുന്ന ഒരു സമൂഹത്തിന്റെ കഥയാണ് നമ്മളിപ്പോൾ ഉടനെ ചെയ്യാൻ പോകുന്ന സിനിമയിലും പ്രതിപാദിക്കുന്നത് മലനാട് TVയുടെ. അത് GOC 30 എന്ന് പറഞ്ഞ സിനിമ ഞാൻ അങ്ങോട്ട് അതിന്റെ ചർച്ച ചെയ്തിട്ടുണ്ട്. ആ സിനിമയിൽ പരാമർശിക്കുന്നത് ഇപ്പം നിങ്ങൾ പറഞ്ഞ ഒരു വാക്കിൽ പറഞ്ഞ കാര്യമാണ്. പക്ഷെ ഒരു വാക്കിൽ തീരുന്നതല്ല അവർ അനുഭവിക്കുന്ന വേദനകളും തീരാ ദുഃഖങ്ങളും എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എന്തായാലും തുടരുക, നിങ്ങളുടെ സേവന പ്രവർത്തനങ്ങൾ വീണ്ടും ഞങ്ങൾക്ക് വേണം. അതുപോലെ JP, നിങ്ങളുടെ കേരള ന്യൂസ് എങ്ങനെ പോകുന്നു? നമ്മുടെ അവിടുത്തെ ഓൺലൈൻ ചാനൽ പുതിയ ചാനൽ പിറക്കി എടുക്കുമ്പോൾ വൈകിട്ടുമല്ലെങ്കിലും കഴിയാൻ ഇടപെട്ടുന്ന വലിയൊരു ശക്തിയിലേക്ക് വരാനാവില്ല. കാരണം ഒത്തിരി മാധ്യമങ്ങളുടെ ഇടയ്ക്ക്, വാർത്തകളുള്ള മാധ്യമങ്ങളുടെ ഇടയ്ക്ക് നിസ്വാർത്ഥമായ ഒരു മാധ്യമം ഉണ്ടാകാൻ അതിന് വന്നകാൽ വളരെ സാധ്യത കുറവാണ്. തീർച്ചയായും. എന്തായാലും നിങ്ങളുടെ ആ മാധ്യമത്തിന്റെ വ്യാപ്തി ചെറുതായിട്ട് ഞങ്ങൾ കണക്കാക്കുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് താങ്കളെ ഞങ്ങൾ ഇതിന്റെ സിറ്റിസൺ ജേർണലിസ്റ്റ് എന്ന് പറഞ്ഞ് നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോൾ മലനാട് TVയുടെ ID കാർഡിനോടൊപ്പം താങ്കളുടെ ബൈനറും കൂടെ ഈ വാർത്തകൾ വെക്കുന്നത് അതുകൊണ്ട് തന്നെയാണ്. എന്തായാലും സന്തോഷം. വാർത്തകൾ നൽകുക എന്നുള്ളതിനപ്പുറം ഇത്തരം കാര്യങ്ങളിൽ ഫിസിക്കലി, മെന്റലി നമ്മൾ ഇടപെടുക. മലനാട് TV നിങ്ങളോടൊപ്പം എപ്പോഴും ഉണ്ടായിരിക്കുന്നതായിരിക്കും. അതുമാത്രമല്ല, ഇതേപോലെ നിങ്ങൾക്കും വാർത്തകൾ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഞങ്ങൾക്ക് ഇതേപോലെ ലൈവിലേക്ക് വിളിച്ച് മലനാട് TV അറിയിക്കാം. അതിനു വേണ്ടിയിട്ട് ഈ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്യുക. ഇപ്പോൾ നമുക്ക് വീണ്ടും ചെറിയൊരു ബ്രേക്ക് എടുത്തിട്ട് തിരിച്ചു വരാം. 10ാം ക്ലാസ് യോഗ്യതയുള്ളവർക്കും ഇനി നഴ്സിംഗ് അസിസ്റ്റന്റ് ആകാം. കേരള സർക്കാരിന്റെ ഉന്നത വിദ്യാഭ്യാസ വകുപ്പിന് കീഴിലുള്ള ASAPന്റെ അംഗീകാരമുള്ള സർട്ടിഫിക്കറ്റോടുകൂടി 6 മാസത്തെ പേഷ്യന്റ് കെയർ മാനേജ്മെന്റ് കോഴ്സിൽ ട്രെയിനിംഗ് നൽകുന്ന കേരളത്തിലെ ഒരേ ഒരു സ്ഥാപനമായ രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ടിലൂടെ ഇന്ത്യയിലും വിദേശത്തും നഴ്സിംഗ് അസിസ്റ്റന്റ്, പേഷ്യന്റ് കെയർ മാനേജർ തസ്തികകളിൽ ഉയർന്ന ശമ്പളത്തിൽ നിരവധി തൊഴിലവസരങ്ങൾ കണ്ടെത്താം. ഉടൻ വിളിക്കൂ. രാജീവ് ഗാന്ധി ഇൻസ്റ്റിറ്റ്യൂട്ട്, പറവൂർ, പുന്നപ്ര, ആലപ്പുഴ. ഫോൺ 8089597075. സുമേഷി, ഒരു അറിയിപ്പ് വന്നിട്ടുണ്ട്. അത് നമ്മുടെ മാഹിയിൽ നിന്നും MNTV CJ രഞ്ജിത്ത് മാഹിയാണ് റിപ്പോർട്ട് ചെയ്യുന്നത്. കണ്ണൂർ ജില്ലയിൽ വളപട്ടണം പാലോട്ടുവയൽ RK UP സ്കൂളിൽ 31 ദിവസത്തേക്ക് LP വിഭാഗത്തിലേക്ക് ടീച്ചറുടെ ഒഴിവുണ്ട്. TTC അല്ലെങ്കിൽ DEL, ED, KTET യോഗ്യതയുള്ളവർ ബന്ധപ്പെടുക. താല്പര്യമുള്ളവർ ബയോഡേറ്റ അയച്ചു തരിക. മൊബൈൽ നമ്പർ കൊടുത്തിട്ടുണ്ട്. 98 47 46 29 98 എന്നാണ് നമ്പർ കൊടുത്തിരിക്കുന്നത്. എന്തായാലും 31 ദിവസത്തേക്ക് ഈ നിയമിക്കുന്ന ടീച്ചറിനെ സ്ഥിരപ്പെടുത്താൻ ഞങ്ങൾ അപേക്ഷിക്കുകയാണ്. തീർച്ചയായിട്ടും. അതേപോലെ തന്നെ മറ്റൊരു കാര്യം ചോദിക്കാനുള്ളത്, ഈ സോഷ്യൽ മീഡിയ അതിശക്തമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിൽ മാധ്യമ പ്രവർത്തകന്
അല്ലെങ്കിൽ മാധ്യമ പ്രവർത്തനത്തിന് ഒരു നിയന്ത്രണം അല്ലെങ്കിൽ അത് വേണം എന്ന് വിചാരിക്കുന്നുണ്ടോ? ഇത് പറഞ്ഞിരിക്കുന്നത് ഞാനല്ല, നമ്മുടെ MLA മോൻസ് ആണ്. അദ്ദേഹം മോൻസ് ജോസഫ് MLA പറഞ്ഞിരിക്കുന്നത് ഈ മാധ്യമ കൂട്ടായ്മയായ ജേർണലിസ്റ്റ് ആൻഡ് മീഡിയ അസോസിയേഷൻ കോട്ടയം ജില്ലാ സമ്മേളനത്തിലാണ് അദ്ദേഹം ഇത് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. കോട്ടയം പ്രസ് ക്ലബ് ഹാളിലാണ് ഈ ഒരു ജില്ലാ സമ്മേളനം അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത്. അപ്പൊ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന ഈ ഒരു കാര്യത്തോട് എന്താണ് ജയശ്രീക്ക് പറയാനുള്ളത്? വളരെയേറെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു സജഷനാണ് അദ്ദേഹം മാധ്യമപ്രവർത്തക സംഘടനയുടെ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് അവിടെ കൊടുത്തിരിക്കുന്നത്. പ്രധാനമായിട്ടും സമൂഹ മാധ്യമങ്ങൾ മാത്രമല്ല, ഈവൻ സീരിയലുകൾക്ക് വരെ സെൻസറിങ് വേണമെന്ന് ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. നമ്മൾ മറ്റൊരു അഭിമുഖത്തിൽ തീർച്ചയായിട്ടും നമ്മളുടെ യുവജനങ്ങളുടെ അല്ലെങ്കിൽ വരും തലമുറയുടെ മസ്തിഷ്ക പ്രക്ഷാളനം നടത്തി അവരെ വേറൊരു തലത്തിലേക്ക് വികലമായ സാമൂഹ്യ വ്യവസ്ഥയിലേക്ക് നയിക്കുന്ന ഏതൊരു കഥാതന്തുവും അടങ്ങിയിട്ടുള്ള സീരിയലുകൾ നിരോധിക്കണം എന്നുള്ള ആഗ്രഹത്തിലാണ് ഞാൻ. കാരണം ഈ വീടിനുള്ളിലെ കുടിപ്പകകളുടെ കഥ പറയുമ്പോൾ എത്ര വീടുകൾ അതുണ്ട്? അമ്മായിമ്മ മരുമകൾ പോരത് ഇന്നൊന്നുമില്ല. എല്ലാവർക്കും അമ്മായിമ്മയും മരുമകളും അല്ല, മകളും അമ്മയാണ്. ശരിയല്ലേ? എന്റെ വീട്ടിലൊക്കെ അങ്ങനെയാണ്. അപ്പൊ അതേപോലെ ഉള്ളൊരു സാമൂഹ്യ വ്യവസ്ഥിതി ഇപ്പൊ വന്നുകൊണ്ടിരിക്കുമ്പം എന്തിനാണ് പഴയ രീതിയിലുള്ള ചിന്തകളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ട് കഥാകൃത്തുകൾ ഇങ്ങനെയുള്ള കഥകൾ എഴുതുന്നത് എന്നുള്ളതിനെ കുറിച്ച് അത് വികലമായ ഒരു മാനസികാവസ്ഥയാണ്. നമ്മുടെ സമൂഹത്തിന്റെ വൈകല്യങ്ങളൊക്കെ മാറി ഇല്ലേ? സമൂഹം എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ തലമുറ എന്ന് പറഞ്ഞത് ഇക്കാര്യങ്ങളൊന്നും ചിന്തിക്കുന്നില്ല. എല്ലാം വിരൽത്തുമ്പിലായി. അതെ, അവർക്ക് ഏൺ ചെയ്യാൻ പറ്റുന്ന, അവർക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്ന വലിയ വലിയ ഡ്രീമുകൾ കാണുന്നു. പണ്ടൊക്കെ നമ്മളുടെ സ്വപ്നങ്ങൾക്ക് ഒരു ചെറുതായിരുന്നു, ഏരിയ ഉണ്ടായിരുന്നു. ഇന്ന് വിശാലമായ സ്വപ്ന ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത്. ഒരു വിരൽ തുമ്പിൽ മലനാട് ജീവി ലോകമെങ്ങും സഞ്ചരിക്കുന്ന വാഹനങ്ങളിലും പറക്കുന്ന വിമാനത്തിലും ഒക്കെ കിട്ടുമെന്ന് പറയുമ്പോൾ അത്രത്തോളം ഡെവലപ്മെന്റുകൾ മാധ്യമങ്ങളിൽ വന്നിട്ടുണ്ടെങ്കിൽ, അതുപോലെ AI ക്രിയേറ്റ് ചെയ്യുന്ന സിനിമകൾ വരുന്നു. നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത തരത്തിലേക്കുള്ള തലങ്ങളെ കുറിച്ച് ചിന്തിക്കുന്നു. ഈ ടൈം ട്രാവലിങ്ങിനെ കുറിച്ച് ചിന്തിക്കുന്നു. അതുപോലെ തന്നെ വിവിധ തരത്തിലേക്കുള്ള ജീവിതത്തിന് ശേഷം ഇനി എന്തെങ്കിലും ഉണ്ടോ എന്ന് ചിന്തിക്കുന്ന തലമുറയ്ക്ക് നിങ്ങൾ എന്താണ് ഈ പറയുന്ന പോലുള്ള കുത്തിത്തിരിപ്പുകളുടെ കഥ പറയുന്ന സീരിയലുകൾ കൊണ്ട്. അപ്പൊ അതുപോലെ നവമാധ്യമ പ്രവർത്തകർ ഇപ്പൊ നമ്മളുടെ മുമ്പിൽ നമ്മൾ എടുത്തു കാണിച്ച, ഇന്നത്തെ ദിവസം നമ്മളോടൊപ്പം സഞ്ചരിച്ച നമ്മളുടെ മാധ്യമ പ്രവർത്തകരുണ്ട് അല്ലെ? ഇവരെല്ലാവരും എടുത്തു കാണിച്ചത് അവിടുത്തെ മുഖ്യധാര മാധ്യമ പ്രവർത്തകർ പരാജയപ്പെട്ടതോ തമസ്കരിച്ചതോ ആയ വാർത്തകളാണ്. 100%. ശരിയല്ലേ? അപ്പൊ ആ തമസ്കരണം ഒരു സമൂഹത്തിനെ മുഴുവൻ ക്യാൻസർ ആക്കുന്ന രോഗങ്ങളിൽ നിന്ന് ആ സമൂഹത്തിനെ വിപുലീകരിക്കാനാണ് നമ്മളുടെ എന്താണ് അകലത്തുന്നാടോ സോറി വിപുലീകരിക്കാൻ അകലക്കുന്നം പഞ്ചായത്തിൽ നിന്നും ജെയിംസ് ശ്രമിച്ചതെങ്കിൽ ഒരു ഗ്രാമത്തെ മുഴുവൻ ഭീതിയിൽ ഉൾപ്പെടുത്തി മാനസിക നില തന്നെ തെറ്റിച്ച് ആ ഗ്രാമീണരുടെ അതിജീവനത്തിന് ബദലായി നിൽക്കുന്ന വാട്ടർ ബോംബിനെ കുറിച്ചാണ് ജയകുമാർ അല്ലെങ്കിൽ നമ്മുടെ JP കട്ടപ്പന സംസാരിച്ചു അല്ലെ? അപ്പൊ ഓരോരുത്തരും സംസാരിക്കുമ്പോൾ അവരുടെ തീക്ഷ്ണമായ ഒരു ചിന്തയുണ്ട്. ഞാൻ വീണ്ടും വാർത്തകൾ നൽകുന്നു, അത് ഇന്നതാണ് വിഷയം. ഇത്രയും ആവശ്യത്തോടുകൂടി നിങ്ങൾ ഇടപെടുമ്പോൾ കെട്ടിലും മട്ടിലും നമ്മളുടെ സംരക്ഷണത്തിലും മാറ്റങ്ങൾ വരുത്തി നമ്മളുടെ മലയാളികൾ എവിടെയുണ്ടോ അവർക്കൊക്കെ കാണുന്ന തരത്തിലേക്ക് നവമാധ്യമത്തിന്റെ മാധ്യമ പ്രസക്തി പരമാവധി പ്രയോജനപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ ഈ നാട്ടുരാജ്യ വാർത്തകൾക്ക് മറ്റൊരു തലം തേടുകയാണ് നമ്മൾ. തീർച്ചയായിട്ടും ഇന്നിപ്പോ നമ്മൾ ജയമയുടെ വാർത്ത നമുക്കായി നൽകിയത് ജയമയുടെ കോട്ടയം ചുമതലയുള്ള പ്രസിഡന്റ് അല്ലെങ്കിൽ കോട്ടയം ജില്ലയുടെ ചുമതലയുള്ള സെക്രട്ടറി ശ്രീ അലിയാർ എരുമേലിയാണ്. നമ്മുടെ സിറ്റിസൺ ജേർണലിസ്റ്റ് കൂടിയാണ്. യെസ്, സിറ്റിസൺ ജേർണലിസ്റ്റ് നമ്മുടെ ഈ ഗ്രൂപ്പിനെ നയിച്ചിരുന്ന ഒരു ആളാണ് അലിയാർ എരുമേലി. അദ്ദേഹത്തിൻ്റെതായ കുറേയധികം പ്രവർത്തനങ്ങളിൽ അദ്ദേഹം ഏർപ്പെടുന്നത് കൊണ്ടാണ് അദ്ദേഹത്തിന് ഇതിൽ ഇപ്പൊ പൂർണ്ണമായിട്ടും സഹകരിക്കാൻ സാധിക്കാത്തെന്ന് അറിയിച്ചിട്ടുണ്ട്. എന്തായാലും അലിയാർ കടന്നു വന്നിട്ടുള്ള വഴികളിൽ, മലനാട് ജീവി കടന്നു വന്നിട്ടുള്ള വഴികളിലൊക്കെ ഒരു സന്തോഷ സഹചാരിയായിരുന്നു അലിയാർ ജിയെ ഇന്നും നമ്മൾ ഓർക്കുന്നു. അതുപോലെ തന്നെ എല്ലാ സുഹൃത്തുക്കളെയും മലനാട് ടിവിയുടെ സിറ്റിസൺ ജേർണലിസം ഗ്രൂപ്പിൽ ഇപ്പോൾ തന്നെ 300 സംതിങ് ആൾക്കാരുണ്ട്. അവരെല്ലാവരും നമ്മൾ കരുതലോടെ ഓർക്കുകയാണ്. ഇനിയിപ്പോ പറയാനുള്ള ഒരു കാര്യം വെച്ചാൽ ടെറിട്ടോറിയൽ ആർമി എന്ന് ഒരുപക്ഷെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. അതായത് ടെറിട്ടോറിയൽ ആർമിയിൽ അംഗമാകാൻ വേണ്ട പ്രധാനപ്പെട്ട യോഗ്യത നിങ്ങൾ മറ്റെന്തെങ്കിലും ജോലി ചെയ്യുന്ന ഒരാളായിരിക്കണം എന്ന് പറയുന്ന പോലെ നിങ്ങൾ എന്ത് ജോലിയും ചെയ്തോളൂ. നിങ്ങളുടെ മനസ്സിൽ ഒരു ജേർണലിസ്റ്റ് ഉണ്ടെങ്കിൽ അതിന് ജേർണലിസം പഠിക്കണമെന്ന് യാതൊരു നിർബന്ധവും ഇല്ല. കയ്യിലൊരു ക്യാമറ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം. അതില്ലെങ്കിൽ ഇതുപോലെ ഞങ്ങൾക്ക് വാർത്തകൾ അയച്ചു തരാം. ഈ നാട്ടുരാജ്യ വാർത്തകളിലൂടെ തീർച്ചയായിട്ടും മലനാട് രീതി സധൈര്യം അത് സംരക്ഷണം ചെയ്യുന്നതായിരിക്കും. തീർച്ചയായിട്ടും. എന്തായാലും നമുക്ക് ഈ വാർത്ത സാധ്യമാക്കി തരുന്ന നമ്മുടെ ടെക്നിക്കൽ സെക്ഷനിൽ ആൾക്കാർ, ക്ലറിക്കൽ സെക്ഷനിലുള്ള ആളുകൾ, അതുപോലെ തന്നെ ക്യാമറയ്ക്ക് പിന്നിലുള്ള കിരൺ അടക്കമുള്ളവർ അല്ലേ, എല്ലാവരും, ജയേഷ്, അതുപോലെ തന്നെ ജസ്ന, ജയ്സ, നമ്മുടെ മേഘന, ടെക്നിക്കൽ റിബിൻ, മറ്റ് സുഹൃത്തുക്കൾ എല്ലാവരും നമ്മളെ സ്മരിച്ചുകൊണ്ടും ഈ ഒരു വാർത്താ സംരക്ഷണത്തിന് സഹായിച്ച എല്ലാ സിറ്റിസൺ ജേർണലിസ്റ്റുകളെയും ഒപ്പം നമ്മൾ ഇന്നത്തെ പ്രോഗ്രാം ബ്രാൻഡ് ചെയ്തിരിക്കുന്ന എല്ലാവരെയും മനസ്സിലോർത്തുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ നമുക്ക് ചെയ്യാം. ഇറ്റ്സ് മീ RJ സുമേഷ് സൈനിങ് ഓഫ്.
ദിസ് ഈസ് RJ സൈനിങ് ഓഫ്.